മത്തായിയുടെ സുവിശേഷം 24, 1-2 പെട്ടെന്ന് വായിക്കുക. 1-2 വേഗം വായിച്ചേ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിതെല്ലാം കാണുന്നല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. അപ്പോൾ യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ദേവാലയത്തിൻ്റെ ചിത്രപ്പണികൾ, ദേവാലയത്തിൻ്റെ മനോഹരമായ നിർമ്മിതിയുടെ രൂപലാവണ്യം ശിഷ്യന്മാർ യേശുവിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ യേശു പറഞ്ഞു, ഈ അംഗലാവണ്യം, ഈ ബാഹ്യ മന്ദിരത്തിൻ്റെ പുറംമോടിയുടെ മഹിമ അത് കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട. ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സന്തോഷം ഈ പുറമെയുള്ള മന്ദിരങ്ങളിൽ, ബാഹ്യമായ കെട്ടുപണികളിൽ നമ്മൾ വെക്കരുത്. സഭയുടെ വളർച്ച അടയാളപ്പെടുത്തേണ്ടത് സഭയുടെ കെട്ടിടങ്ങളുടെ വളർച്ച നോക്കിയിട്ടല്ല. ആണോ? അല്ല, ദൈവജനം എന്തുമാത്രം വളർന്നു അത് നോക്കിയിട്ടാണ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ഒരു സഭയുടെ വളർച്ചയെന്ന് പറഞ്ഞാൽ സഭയുടെ ബിൽഡിങ്ങുകളുടെ വളർച്ചയല്ല, സഭയിലെ ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വളർച്ചയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ കെട്ടിടമൊന്നും കണ്ട് നിങ്ങൾ വലിയ ബഹളമൊന്നും വെക്കണ്ട, വലിയ ഗമയൊന്നും വിചാരിക്കണ്ട. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് തകർക്കപ്പെടാൻ പോവാണ്. 36 ഏക്കറിലായിട്ട് നിറഞ്ഞു നിന്ന ദേവാലയം, 36 ഏക്കർ നിറഞ്ഞു നിന്ന ദേവാലയം, പുരാതന കാലത്തെ ലോകത്തെ മഹാത്ഭുതങ്ങളിലൊന്ന്. നിങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ മനുഷ്യൻ പരിഹസിക്കും. ഭൂഗർഭ ഗവേഷണം നടത്തിയ ഗവേഷകന്മാർ കണ്ടെത്തിയത് ജെറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച കല്ലുകൾക്ക്, കേട്ടാൽ നിങ്ങൾ വിചാരിക്കും എക്സാജറേഷൻ ആണെന്ന്. അന്വേഷിച്ചോ, അല്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചോ. ജെറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച കല്ലുകളുടെ വലിപ്പം, ഒരു ഒറ്റക്കല്ല്, ആ കല്ലിൻ്റെ ഒരു കല്ലിൻ്റെ വലിപ്പം 500 ടണ്ണിന് മുകളിൽ ഭാരം ഉണ്ടായിരുന്നു. ഞാൻ വായിച്ചിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. 500 ടണ്ണിന് വലിയ തടിലോറി, പെരുമ്പാവൂർ ഭാഗത്തേക്ക് തിരുവനന്തപുരത്തു നിന്ന് വരുന്ന തടിലോറിയുടെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 25 ടണ്ണോ 30 ടണ്ണോ കണ്ടെന്ന് പറഞ്ഞു. അതിലെ തടിയുടെ ഉൾപ്പെടെ വെയിറ്റ് 500 ടൺ ഭാരമുള്ള കല്ലുകൾ. അപ്പോൾ ഇന്നും ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, ഇന്നും ഈ ഭൂഗർഭ ഗവേഷകന്മാർ, എക്സ്കവേഷൻ നടത്തുന്ന ആളുകൾ ഇന്ന് അത്ഭുതപ്പെടുന്നത് ഈ കല്ലുകൾ ഇവരെങ്ങനെ എടുത്തുകൊണ്ട് പോയി വെച്ചു എന്നാണ്. എങ്ങനെ ഇത് കൊണ്ടുപോയി വെച്ചു? അപ്പം അങ്ങനെ അത്രയും മഹാത്ഭുതമായിരുന്നു ജെറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണം. അതുകൊണ്ടാണ് ഈ ദേവാലയം തകർക്കപ്പെട്ടതിന് ശേഷം ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ജനം, രണ്ടാമത് എസ്രാ, നെഹമിയ, സെറുബാബേൽ, യഹോഷാഫാത്ത്, ഹഗ്ഗായി, സക്കറിയ തുടങ്ങിയ ദൈവമനുഷ്യരുടെ നേതൃത്വത്തിൽ രണ്ടാമതൊരു ദേവാലയം പണി കഴിപ്പിക്കും, സെക്കൻഡ് ടെമ്പിൾ. ഈ രണ്ടാമത്തെ ദേവാലയത്തിൻ്റെ കല്ലിട്ട് പണി പൂർത്തിയായി കഴിയുമ്പോൾ ആദ്യ ദേവാലയം കണ്ടിട്ടുണ്ടായിരുന്നവർ വാവിട്ട് കരഞ്ഞു എന്ന് ബൈബിളിലുണ്ട്. രണ്ടാമത്തെ ദേവാലയം കണ്ടു കഴിഞ്ഞപ്പോൾ, രണ്ടാമതൊരു ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ ആദ്യ ദേവാലയത്തിൻ്റെ മഹിമ കണ്ടിട്ടുണ്ടായിരുന്നവർ വാവിട്ട് കരഞ്ഞു. കാരണം രണ്ടാമത്തെ ദേവാലയം ആദ്യത്തെ ദേവാലയത്തിൻ്റെ 7 അയലത്തെത്തില്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു സോളമൻ സ്ഥാപിച്ച ആ ദേവാലയം. ആ ദേവാലയം രണ്ടാമത് അത് വീണ്ടും പണി കഴിപ്പിച്ചു. ആ പണി കഴിപ്പിച്ച ദേവാലയത്തിൻ്റെ പണി ഹെറോദേസിൻ്റെ കാലത്ത് ആ പണി വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു, യേശുവിൻ്റെ കാലത്തും തുടർന്നുകൊണ്ടിരുന്നു, അതിൻ്റെ മൂടി പിടിപ്പിക്കലുകൾ. അപ്പോൾ ആ 36 ഏക്കറിലായിട്ട് പരന്നു നിൽക്കുന്ന ആ ബൃഹത്തായ ബ്രഹ്മാണ്ഡ ദേവാലയത്തിൻ്റെ ചിത്രപ്പണികൾ, അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്, അതിവിശുദ്ധ സ്ഥലം മുഴുവൻ തങ്കം പൊതിഞ്ഞിരിക്കുകയാണ്, സ്വർണം പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പം നട്ടുച്ചയ്ക്ക് തനി തങ്കത്തിളക്കത്തിൽ ഈ തങ്കത്തിളക്കം, ഈ സ്വർണ്ണ പാളി പൊതിഞ്ഞിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ പുറത്ത് ആ ഭിത്തിയിലെല്ലാം സ്വർണം പൊതിഞ്ഞിരിക്കുമ്പോൾ ആ സ്വർണത്തിലേക്ക് നല്ല നട്ടുച്ചയ്ക്ക് കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ പ്രകാശരശ്മികൾ വന്നടിക്കുമ്പോൾ, ഈ സൂര്യപ്രഭ വന്നടിക്കുമ്പോൾ അതിങ്ങനെ വലിയ പ്രകാശം ഉണ്ടായിട്ട് അതിലേക്ക് നോക്കിയാൽ ഇങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന പറയില്ലേ, കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന പറയില്ലേ. അപ്പോൾ അതുപോലെ നോക്കാൻ പറ്റാത്തതുപോലെ അത്ര തേജസ്സായിരുന്നു ജെറുസലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ പുറത്തെ ഭിത്തി നോക്കിയാൽ. അപ്പോൾ അത് അത്രയും മനോഹരമായ ദേവാലയം. ആ ദേവാലയത്തിൻ്റെ ചിത്രപ്പണികളും കൊത്തുപണികളും എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ശിഷ്യന്മാർ പറയുന്നത്, കർത്താവേ നോക്കൂ എന്ത് മനോഹരമായിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, ഇതെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കപ്പെടാതെ തകർക്കപ്പെടാൻ പോവാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിത് പറയുന്നത് നല്ല കാര്യമല്ലെന്ന് എനിക്കറിയാം, നല്ല കാര്യമല്ല പറഞ്ഞു തുടങ്ങാൻ. ഇതൊന്നും ഞാൻ വരുന്ന വഴിക്ക് പറയാന്നോർത്ത് പറയുന്നതല്ല, ആത്മാവിലൊരു കാര്യം വരുമ്പോൾ അങ്ങ് പറയുന്നതാണ്. അപ്പം നല്ല കാര്യമല്ല. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ,
ദൈവം സ്ഥാപിച്ചതായിരുന്നു, ദൈവം പറഞ്ഞിട്ടുണ്ടാക്കിയതായിരുന്നു ഇത്. എന്ത്? ജെറുസലേം ദേവാലയം ദൈവം സ്ഥാപിച്ചിട്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാലും ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് പോയാൽ, ദൈവം സ്ഥാപിച്ചതാണെങ്കിൽ പോലും അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കപ്പെടാതെ തകർക്കപ്പെടും. ദൈവം സ്ഥാപിച്ചല്ലേ കുടുംബം, പക്ഷെ അത് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടാണ്. ദൈവം സ്ഥാപിച്ചാണ് പൗരോഹിത്യം, അത് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ദൈവം സ്ഥാപിച്ചാണ് സഭ, അത് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കപ്പെടാതെ തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈശോ ഇത് പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ഇതെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ഇനി വാക്യം 3 വായിച്ചേ, മത്തായി 24:3 ഉറക്കെ വായിച്ചേ. അവൻ ഒലിവ് മലയിലിരിക്കുമ്പോൾ, ഇനി ഇവിടുന്ന് ഈ ദേവാലയത്തിൽ നിന്ന് അവരിറങ്ങി നേരെ നടന്ന് ഒലിവ് മലയിലേക്ക് പോയി. ഒലിവ് മലയിലിരുന്നാൽ ഒലിവ് മലയിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ദേവാലയം കാണാം. അങ്ങനെ മലയിലിരുന്ന് ദേവാലയത്തിന് അഭിമുഖമായി ഇരിക്കുന്ന സമയത്ത്, ശ്രദ്ധിക്കുന്നുണ്ടോ? ഒലിവ് മലയുടെ മുകളിൽ ദേവാലയത്തിന് അഭിമുഖമായി ദേവാലയത്തെ നോക്കി ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, കർത്താവേ, പറഞ്ഞ് ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരിക. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ കർത്താവിനോട് ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, നിന്റെ ആഗമനത്തിൻ്റെയും നിന്റെ രണ്ടാം വരവിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പോൾ ഇത് വന്ന് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ ഉത്തരം വായിച്ചേ. യേശു പറഞ്ഞു, ഒന്നാമത്തെ ഉത്തരം, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. എന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പോൾ കർത്താവെ, അന്ത്യകാലത്തിൻ്റെ അടയാളം എന്താണ്? ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ ഉത്തരം, ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരം, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇത് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കുക. അതായത് ഈ അന്ത്യകാലത്തിൻ്റെ ഒന്നാമത്തെ അടയാളം ഒരുപാട് വഴി തെറ്റിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ, പ്രബോധനങ്ങൾ, ദുരുപദേശങ്ങൾ, മനുഷ്യനെ വിശ്വാസയോഗ്യമായ വിധത്തിൽ വഴി പിഴപ്പിക്കുന്ന വിചിത്രങ്ങളായ പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് തന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം. ഏത് കാര്യത്തിലാണ് വഴിതെറ്റിപ്പോകാതിരിക്കാൻ? പറഞ്ഞേ, വാക്യം 5 വായിച്ചേ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? അതായത് എനിക്ക് വഴി തെറ്റില്ല, എനിക്ക് എൻ്റെ വഴി മാറില്ല, ഞാൻ യേശുവെന്ന് മാറിപ്പോവില്ല, ഞാൻ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങോട്ട് പോവില്ല ഇങ്ങോട്ട് പോവില്ല. അതായത് നമ്മൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അതായത് വളരെ വിശ്വസനീയമായ സത്യസന്ധമായ വിധത്തിലാണ് ചില കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആളുകൾ അത് വിശ്വസിച്ച് പോവാണ്. ഞാൻ ചില പ്രത്യേക കൾട്ട് ഗ്രൂപ്പുകളിൽ പോയിട്ട് തിരികെ വന്ന ചില ആളുകൾ തിരുവനന്തപുരത്ത് മൗണ്ട് കാർമലി വന്ന് ധ്യാനം കൂടിയപ്പോൾ ഒരിക്കൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിത് എന്തുമാത്രം അബദ്ധമാണ്, എന്നിട്ട് നിങ്ങളിത് കേട്ടിട്ട് എന്തിനാണ് നിങ്ങൾ പോയത്, നിങ്ങൾക്കിത് എങ്ങനെ പോകാൻ പറ്റി? അപ്പോൾ അവരെന്നോട് പറഞ്ഞ മറുപടി ഇതാണ്, അച്ഛാ, അത്രയ്ക്ക് വിശ്വസനീയമായിരുന്നു ആ പ്രബോധനം. അതായത് ബൈബിളിൽ നിന്നൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അത്രയ്ക്ക് വിശ്വസനീയമായിരുന്നു ആ പ്രബോധനം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ത്യകാലത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം വഴി തെറ്റിക്കുന്ന പ്രബോധനങ്ങൾ ഇഷ്ടം പോലെ വരും. ഇനി തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് തിരിച്ചു വാ. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുകയാണ്, 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 1 മുതൽ വായിക്കാവോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെ പറ്റിയും സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ വായിക്കുന്നുണ്ടോ? എന്നാൽ ഉറക്കെ വായിച്ചേ. അടുത്ത വാക്യം, കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരും ആകരുത്. പറഞ്ഞേ ഹല്ലേലൂയാ.
കണ്ടോ, ഇതാണ് അപ്പസ്തോലന്മാർ പറഞ്ഞത്, ഇതാണ് ഈശോ പറഞ്ഞത്, ഇതാണ് സഭ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് വന്നാലും നിങ്ങൾ വഴിതെറ്റിക്കപ്പെടാൻ പാടില്ല. മൂന്നാമത്തെ വാക്യം, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് സ്തുതിച്ചേ, കരങ്ങൾ ഉയർത്തി. യേശുവേ സ്തുതിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ആരാധന ആരാധന. ആമേൻ 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 ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുകയാണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ നന്നായിട്ട് മൂവ് ചെയ്യും. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വചനം വായിച്ചാൽ മതി. കർത്താവ് ഒത്തിരി വെളിപ്പെടുത്തലുകൾ തരും. കർത്താവ് പറയുകയാണ്, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. അടുത്ത വാക്യം എന്തെന്നാൽ, ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? വിശ്വാസത്യാഗം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് അനേകം പേര് വഴിതെറ്റിപ്പോവും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം. വിശ്വാസത്തിൽ നിന്ന് ഒത്തിരി പേര് വിട്ടുപോകും. അപ്പം നിങ്ങൾ വിചാരിക്കും, ദൈവമേ വിശ്വാസത്തെ ഇത് നിങ്ങളിങ്ങനെ കേൾക്കും. എന്താ? മെത്രാൻ വിശ്വാസം ഉപേക്ഷിച്ചു. നിങ്ങളിങ്ങനെ കേൾക്കാം, മെത്രാൻ പദവി ഉപേക്ഷിച്ച് പോയി, വിശ്വാസം ഉപേക്ഷിച്ച് പോയി. നിങ്ങൾ അങ്ങനെ കേൾക്കാം. അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. അച്ഛൻ ഉപേക്ഷിച്ച് പോയി, നിങ്ങൾ ഞെട്ടരുത്. പള്ളിയിൽ വളരെ ഭക്തനായിട്ട് നിന്ന പ്രേക്ഷിതൻ, ലീഡർ, ഗ്രൂപ്പിൻ്റെ ലീഡർ വഴി വിട്ടുപോയി. അപ്പം നിങ്ങൾ ഞെട്ടരുത്. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ആ കാലത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ലൂക്കാ സുവിശേഷം 18-ാം അധ്യായത്തെ 19-ാം അധ്യായത്തെ ലൂക്കാ 19, അവിടെ കർത്താവ് പറയുന്നുണ്ട്. ലൂക്കാ 18 6 മുതൽ വായിച്ചേ. ലൂക്കാ 18 6 മുതൽ കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം ഉറക്കെ വായിച്ചേ. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ആരായി പറഞ്ഞേ? നിങ്ങൾ പറ ചേച്ചി, ആരായി പറഞ്ഞേ? ഇത് ആരാ ചേച്ചി പറഞ്ഞേ? ഇത് ഈശോയാണ് പറഞ്ഞത്. മനുഷ്യപുത്രൻ മടങ്ങി വരും മുമ്പ് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ആ അന്ത്യകാലത്തിന് മുമ്പ് എന്തുണ്ടാവും? വിശ്വാസത്യാഗം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തൃശ്ശൂരുള്ള ഇപ്പോൾ ജെറുസലേമിൽ വന്നുകൂടിയിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നല്ലവരാണ്. ഞാൻ രാവിലെ ഇങ്ങോട്ട് വണ്ടിക്ക് വരുമ്പോൾ അയ്യോ ബസ്സിനൊക്കെ കയറി, ബസ്സൊക്കെ ഇറങ്ങി, ഓട്ടോറിക്ഷയിലൊക്കെ ഇറങ്ങി, കട്ടപ്പെട്ട് ഓടി വെപ്രാളപ്പെട്ട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഇരുന്ന് പറഞ്ഞു, ദൈവമേ നമ്മുടെ ദൈവജൻ എന്ത് പാവങ്ങളാണ്, നിങ്ങൾ ഓടി വെപ്രാളപ്പെട്ട് നടന്നു അലഞ്ഞു ഒക്കെ വരുന്ന കണ്ടില്ലേ. അപ്പം അങ്ങനെ വരുന്ന ആ പാവപ്പെട്ട തൃശ്ശൂരിലെ ദൈവത്തിൻ്റെ മക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? യെസ് ഓർ നോ? യെസ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. വിശ്വാസം. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദി. അയ്യോ ദൈവത്തിന് നന്ദി. അപ്പം ഞാൻ ഒരു കാര്യം, ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാൻ പോവാണ്. വിശ്വാസം ഉണ്ടോ ഇല്ലയോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് നോക്കണം. വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വിശ്വാസം ഉണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഉത്തരം പറയാൻ പോണേ? ഇപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ്, ചേച്ചി എനിക്കിപ്പോൾ നിങ്ങൾ ദൂരെ ആയതുകൊണ്ടല്ല, ഞാൻ അവിടെ അടുത്തൊക്കെ വേണേൽ വരാമായിരുന്നു. അപ്പോൾ നേരെ ഇല്ലാത്തതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്, അവർക്ക് ശല്യമാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതായത് ഞാനിപ്പോൾ ചോദിക്കുകയാണ്, കറുത്ത ഷോളിട്ട് ചേച്ചിയോട് ഞാൻ ചോദിക്കുകയാണ്, ചേച്ചി അയ്യോ എന്നൊന്നും പറയണ്ട ചേച്ചി. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ, ചേച്ചിക്ക് വിശ്വാസം ഉണ്ടോ? ഉണ്ടോ ചേച്ചി? ഉള്ളതുകൊണ്ടാണ് ചേച്ചി ഫസ്റ്റിലെ ഒന്നാമതേ വന്നിരിക്കുന്നത് അല്ലേ? വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ചേട്ടന് വിശ്വാസം ഉണ്ടോ? ബൈബിൾ ഉറക്കെ വായിക്കുന്ന ചേട്ടാ വിശ്വാസം ഉണ്ടോ? ഉണ്ട്, വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, ചേട്ടാ ചേച്ചി നിങ്ങളുടെ വിശ്വാസം ഒന്ന് തെളിയിക്കാവോ? വിശ്വാസം ഉണ്ടെന്ന് തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താവോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? അച്ഛന് വിശ്വാസം, ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊരു ബോധ്യം വരാത്തത് കൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവാണ്, അച്ഛനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പോവാണ്. നിങ്ങളെങ്ങനെ ബോധ്യപ്പെടുത്തും? നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ പറയുന്ന ഈ പ്രോസസ്സ് അതുപോലെ തന്നെ നടക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും എന്നെ കൺവിൻസ് ചെയ്യാൻ പോവാണ്. ആ റോസ് ഷാളിട്ട് ചേച്ചിയുടെ അടുത്തും ആ നീല ഷർട്ട് ഇട്ട് ആ ചേട്ടൻ്റെ അടുത്തും ഒക്കെ ഞാൻ വന്ന് ചോദിക്കുകയാണ്, ചേട്ടാ വിശ്വാസം ഉണ്ടോ? അപ്പോൾ നിങ്ങൾ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് തെളിയിക്കാൻ പോവാണ്. എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവെന്താ? വിശ്വാസം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവെന്താണ്? എൻ്റെ അച്ഛാ ഞാൻ ചോദിക്കുമ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ
ഞാൻ വളരെയധികം പ്രയാസത്തിലായിരുന്നു അച്ഛാ, സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടും ഞെരുക്കുമായിരുന്നു. ഞാൻ എൻ്റെ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ശരിയോ തെറ്റോ? ശരിയല്ലേ? അപ്പോൾ അച്ഛാ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്നു. യെസ് ഓർ നോ? യെസ് ആണല്ലോ. അങ്ങനെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുള്ള ആളുകളൊന്ന് കൈവെക്കാവോ? ഒന്ന് കൈവീശാവോ? വെരി ഗുഡ്. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതായത് പ്രാർത്ഥിച്ചപ്പോൾ ദാരിദ്ര്യം, കടക്കെണി, കടബാധ്യത, കടഭാരം ഇവയെല്ലാം മാറി ദൈവം അതിൽ ഇടപെട്ടവർ ഒന്ന് കൈ ഉയർത്താവോ? നന്നായിട്ട് കൈവെക്കുക. നിങ്ങളെ റെക്കോർഡ് ചെയ്യത്തൊന്നുമില്ല. ഒന്ന് കൈവീശിക്കേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിന് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ രോഗപീഠകൾ മാറിപ്പോയി. രോഗം മാറി. വൈദ്യശാസ്ത്രം ചിലപ്പോൾ മാറില്ലെന്ന് പറഞ്ഞ രോഗം പോലും മാറി. ഒന്ന് കൈവെക്കേ, ഒന്ന് കൈവീശിക്കേ. ഓ ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു. ഞാൻ അവിടെ തിരുവനന്തപുരത്ത് ഒരു സഹോദരി വന്ന് ഏതാണ്ട് 20-25 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ അതെന്താ, മക്കൾ വർഷങ്ങളായിട്ട് വൈദ്യശാസ്ത്രം ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് ഇടപെട്ട് കുഞ്ഞുങ്ങളെ തന്നു. ഒന്ന് കൈവെക്കേ. ഒന്ന് കൈവീശിക്കേ. ഇഷ്ടം പോലെ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. ഇങ്ങനെ ഞാൻ ഓരോന്ന് നിങ്ങളോട് ചോദിക്കാൻ പോയാൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നടന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരള സഭയിലുണ്ട്. ശരിയോ തെറ്റോ? ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. നന്നായിട്ട് കരങ്ങളടിച്ച് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് രോഗം മാറി, പ്രശ്നം മാറി, കടബാധ്യത മാറിയ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. യെസ് ഓർ നോ? യെസ് ഓർ നോ? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെയുള്ള ഞങ്ങളോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന അച്ഛൻ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടോയെന്ന്. വിശ്വാസം ഉള്ളത് കൊണ്ട് 100 കണക്കിന് അത്ഭുതങ്ങൾ കണ്ടൊരു ജനമാണ് കേരളത്തിലെ ജനം. ഹല്ലേലൂയ. നന്നായിട്ട് കരങ്ങളടിച്ച് അല്ലേ അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ തിരുവനന്തപുരത്തെ അച്ഛന്മാരുടെ വാർഷിക ധ്യാനം വരുന്നു. അപ്പോൾ ധ്യാനം നടത്തിയ അച്ഛൻ പറയുകയായിരുന്നു, അച്ഛൻ ആഫ്രിക്കയിലെ ഏതോ ഒരു രാജ്യത്തോടെ ഒരു എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ആഫ്രിക്കക്കാരനായ അച്ഛനോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണ്? ഫാദർ എവിടെ നിന്നാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ അതിൻ്റെ ഈ സൗത്ത് ഭാഗത്ത് എവിടെയോ ഒരു നാടുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു നാടുണ്ട്. ആ നാട്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആദിമസഭയിൽ സംഭവിച്ചതുപോലെ സംഭവിക്കുന്ന ഒരു നാട് ഇന്ത്യയിലുണ്ട്. അതിൻ്റെ പേരെന്താണ്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, കേരളമാണോ? കേരള അങ്ങനൊരു നാടുണ്ട്, നിങ്ങൾക്ക് വല്ലതും അറിയാം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ നാട്ടിൽ നിന്നുള്ളതെന്ന് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളൊക്കെ സംഭവിക്കാൻ ദൈവം കേരളത്തിൽ തിരഞ്ഞെടുത്ത ഒരു വലിയ ധ്യാനകേന്ദ്രമായ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ആ സഭയപ്പെട്ടൊരു അച്ഛനാണ് ഞാൻ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണോ, പരിശുദ്ധാത്മാവ് ആദിമസഭയിൽ പ്രവർത്തിച്ചതുപോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അല്ലേ സിറോ മലബാർ കുർബാനയിൽ ചെല്ലുന്ന പോലെ സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന ആ സഭയിലെ അംഗങ്ങളാണ് കേരള സഭയിലെ മക്കൾ. എന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അതായത് ലോകത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ലോകത്തൊരു ജനതയുടെ ഇടയിലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വീര്യപ്രവർത്തികളിലൂടെയും ദൈവം ഇടപെട്ടൊരു ജനതയാണ് മലയാളി. ആമേൻ. ഇനി കേട്ടെ, എൻ്റെ ചോദ്യം, ആ ജനതയോടാണ് ഈ എട്ടും പൊട്ടും തിരിയാത്ത അച്ഛൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോയെന്ന്. ആ ജനതയോടാണ്. അച്ഛൻ എന്തറിയാം? അച്ഛാ, അതായത് ഞങ്ങൾ മുട്ടിന്മേൽ നിന്നും കരങ്ങൾ വിരിച്ചും നിലവിളിച്ചും തപിച്ചും തകർന്നും കരഞ്ഞും ദൈവത്തെ വിളിച്ച് ആകാശത്തെ പിടിച്ച് ചായ്ച്ചിറക്കി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണീരണിഞ്ഞ അനുഭവങ്ങളിൽ ദൈവം ഇറങ്ങി നടക്കുന്ന ജീവനുള്ള അനുഭവം കണ്ട ഒരു ജനതയോടാണ് അച്ഛൻ ചോദിക്കുന്നത്, വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അപ്പോൾ നിങ്ങൾ പറയാണ് വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട് എന്നതിൻ്റെ തെളിവായി ഞാനും നിങ്ങളും സാധാരണഗതിയിൽ പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്നതാണ്. യെസ് ഓർ നോ? എന്നാൽ ബൈബിളിലെ വിശ്വാസത്തിൻ്റെ നിർവചനം അതല്ല. വിശ്വാസം എന്നത് പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ് ആണെന്നല്ല ബൈബിൾ പറയുന്നത്. വിശ്വാസം എന്നത് വേറെന്തോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും ചെയ്ത്, ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്. വർഷങ്ങളായിട്ട് 10-20 വർഷത്തിലധികമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്.
ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഞാൻ എല്ലാ കൊല്ലവും അവിടെ ഒരു ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു ആഘോഷത്തിന് 10,000-കണക്കിന് സഹോദരങ്ങൾ കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും അവിടെ ഒരു ക്ഷേത്രത്തിൽ വരുന്നത് ഞാൻ കാണാറുണ്ട്. 10,000-കണക്കിന് ആളുകൾ. അപ്പം ഞാൻ പഠിക്കുന്ന കാലം മുതലേ ശ്രദ്ധിക്കുമായിരുന്നു, എന്തോരം ആളുകളാണ് ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത്, ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ എല്ലാ കൊല്ലവും ഞാനിത് കാണുന്നുണ്ട്. അപ്പം ഞാൻ ഓരോ വർഷവും നോക്കുമ്പോൾ ഓരോ വർഷം കഴിയും തോറും ഇതിനാളുകൾ കൂടി വരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ഞാനിത് തിരുവനന്തപുരത്ത് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലെ മറ്റൊരു ഹൈന്ദവ സഹോദരങ്ങളുടെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഗോവയിൽ നിന്നും ഒറീസയിൽ നിന്നും പഞ്ചാബിൽ നിന്നും എല്ലാം ആളുകൾ വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ ചോദ്യം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയുമ്പോൾ ഉദാഹരണം മാത്രമാണ്. എൻ്റെ ചോദ്യം, ഇപ്പം ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ആ കാര്യത്തിനോ അല്ലെങ്കിൽ വേറൊരിടത്ത് നടക്കുന്ന ഒരു കാര്യത്തിനോ ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പരസ്യങ്ങളോ അഡ്വർടൈസ്മെൻറ്റോ പ്രചാരങ്ങളോ ആ മതം നടത്തുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? സത്യസന്ധനോട് തുറന്നു പറ. ഇല്ല. ഉണ്ടോ ഇല്ലയോ? ഇല്ല. ആ മതം അങ്ങനെ ഒരു പ്രചാരണവും നടത്തുന്നതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ സംശയം, ഈ ജനം പിന്നെ എങ്ങനെ ഇത് ഇവിടെ അറിഞ്ഞ്, കഴിഞ്ഞ കൊല്ലം 5,000 ആണ് വന്നത്, ഈ കൊല്ലം 10,000 ആണ് വരുന്നത്, എങ്ങനെ വരുന്നു? അതാണ് എൻ്റെ സംശയം. ഞാനിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സംശയം, ദൈവമേ ഇതെങ്ങനെ വരുന്നു? ഒരു പരസ്യവും കേരളത്തിലെ ഒരു ചാനലിലോ ഒരു പത്രമാധ്യമത്തിലോ അച്ചടിച്ച് അവിടെ പോയി ഈ അത്ഭുതം നടന്നു അവിടെ പോയി ഇങ്ങനെ ഒരു പ്രചാരണം അവരാരും നടത്തിയിട്ടില്ല. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായത് എങ്ങനെയാണ്? അതായത് ഒരു തവണ വന്നവർ ഒരു പ്രാവശ്യം വന്നവർ അയലോക്കത്തൊക്കെ ഉള്ളവരോട് ചെന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞു? അവിടെ പോയാൽ പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു, നിങ്ങളും പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശരിയോ തെറ്റോ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മുടെ ക്രിസ്തീയ ആത്മീയ ശുശ്രൂഷകൾ ഉപയോഗിക്കുന്ന ഒരു സങ്കേതങ്ങളും ഉപയോഗിക്കാതെ ആളുകൾ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി, ഒരു വായിൽ നിന്ന് വേറൊരു വായിലേക്ക് വേറൊരു കാതിലേക്ക് പറഞ്ഞ് അങ്ങനെയാണ് ഈ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെയും വിധിക്കുകയല്ല, വിമർശിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, നിന്ദിക്കുകയല്ല. ഞാനൊരു പരമാർത്ഥം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇയാളെന്തിനാണ് ഈ വചനപ്രഘോഷണ വേദി കയറി ഈ പരമാർത്ഥം പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഇത് ഈ ഷെക്കൈനായാലും ചാനലിലും പലയിടത്തും വന്ന് കേരളത്തിലെ പല കൂട്ടരും ജനങ്ങളും കേൾക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം നിങ്ങളിത് കേൾക്കേണ്ടത് എന്തെന്നറിയാമോ? അതായത് ഇത് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് ഒരു പരസ്യം ആരും കൊടുത്തിട്ടില്ല. ഒരാൾ പോലും ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ സംവിധാനത്തിൻ്റെ ആളുകൾ ആരും തന്നെ ഇവിടെ വരണമെന്ന് പറഞ്ഞ ആളുകളെ കൂട്ടിയിട്ടില്ല. പക്ഷേ അതിങ്ങനെ കൂടുകയാണ്. എനിക്ക് കൂടുകയോ കുറയുന്നുള്ളതല്ല എൻ്റെ വിഷയം. എൻ്റെ പ്രശ്നം, അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത്ഭുതം നടക്കുന്നുണ്ടോ ഇല്ലയോ? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഈ ക്രിസ്ത്യാനിയുടെ കന്നത്തരം കൊണ്ടിരിക്കുക, അതുള്ള കാര്യം തുറന്നു പറ. നടക്കുന്നോണ്ടാണല്ലോ ഈ വരുന്നേ. യെസ് ഓർ നോ? ഉണ്ടോ? ഉണ്ട്. അപ്പം നടക്കുന്നോണ്ടാണ് ഈ വരുന്നത് ആണല്ലോ. അല്ലാതെ അവിടെ ആരെങ്കിലും എന്തെങ്കിലും കെട്ടിച്ചമച്ചതോ കള്ളത്തരം കാണിക്കുന്നില്ല. അവർ ഈ പാവപ്പെട്ട മനുഷ്യർ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും പോയി അവനറിയാവുന്ന വിധത്തിൽ ദൈവത്തെ വിളിക്കുന്ന സമയത്ത് അവൻ എന്തൊക്കെയോ അനുഗ്രഹം കിട്ടുന്നുണ്ട്. ശരിയോ തെറ്റോ? എൻ്റെ ചോദ്യം, അങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്ന ആ ജനത്തിന് വിശ്വാസം ഉണ്ടോ ഇല്ലയോ? പറ, എന്നോട് പറ, വിശ്വാസം ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? എന്നാ ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അങ്ങനാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യത്തിന് ഉത്തരം തരണം. അങ്ങനെ തിരുവനന്തപുരത്ത് പൊങ്കാലയിടാൻ വരുന്ന ഹൈന്ദവ സഹോദരിമാരുടെയും അല്ലെ ശബരിമലയിൽ പോകുന്ന ഹൈന്ദവ ഭക്തരുടെയും വിശ്വാസത്തിൽ നിന്ന് തിരുവനന്തപുരം മൗണ്ട് കാർമൽ ഉൾപ്പെടെയുള്ള ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്ന ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന് എന്ത് വ്യത്യാസമുള്ളത്? അതെനിക്ക് പറയണ്ടേ? തൃശ്ശൂരുകാരെനിക്ക് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ അതൊന്നും പറയണ്ട, എന്നോട് കാര്യം പറയണം. നിങ്ങൾ ചുമ്മാ വെറുതെ ഇങ്ങനെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പൊങ്കാലയിടുന്ന ഹൈന്ദവ സഹോദരിയുടെയും ശബരിമല പോകുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തൻ്റെയും വിശ്വാസത്തിൽ നിന്ന് എന്താണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തത? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഉത്തരം അറിയത്തില്ലെങ്കിലും ചോദ്യമെങ്കിലും മനസ്സിൽ കിടക്കട്ടെ. ഉത്തരം ഞാൻ പറയാൻ പോവാം. ഈ ഉത്തരം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയണം, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന്. ഞാനീ പറഞ്ഞ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും
ഞാനീ പറഞ്ഞ ഏത് മതത്തിൽപ്പെട്ട ഏത് വിശ്വാസിയാണെങ്കിലും ആ വിശ്വാസികൾക്ക് നമ്മളെപ്പോലെ തന്നെ വിശ്വാസമുണ്ട്. ഏത് വിശ്വാസം? പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നത് കിട്ടും എന്ന ഉറപ്പ്. അതാണ് ക്രിസ്ത്യാനിയുടെ വ്യത്യാസമെങ്കിൽ നിങ്ങളും മറ്റ് മതസ്ഥരും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു വ്യത്യാസവുമില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസമില്ലെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി എന്തോ പ്രശ്നമുണ്ടെന്ന് ഈ സഭയുടെ മക്കൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ലോകത്തെല്ലാ മതങ്ങളിലുമുള്ള പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന ഉറപ്പ് നമുക്കുമുണ്ട്. ആ ഉറപ്പല്ല വിശ്വാസം. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അതല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അതല്ല. പ്രാർത്ഥിക്കുന്നത് കിട്ടും എന്ന ഉറപ്പല്ല. അത് ലോകത്തിലെ എല്ലാ മതസ്ഥർക്കും ഉണ്ട്. പ്രാർത്ഥിക്കുന്നത് പലർക്കും അവർക്കും കിട്ടാറുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു ഏകരക്ഷകനാണ് എന്ന പ്രസ്താവനയുടെ ഉത്തരം യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും എന്നല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അതല്ല. അതെല്ലാ മതക്കാർക്കും ഉണ്ട് ആ വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. എന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പൊ വേറെ എന്തോ ആണ്. അപ്പൊ ഈ വിശ്വാസം ആ വിശ്വാസം അല്ല. ഇത് ക്രിസ്ത്യാനിയുടെ വിശ്വാസം അതല്ല, മറിച്ച് ആ വിശ്വാസമല്ല. നമ്മുടെ വിശ്വാസം എന്താണ്? പറയൂ, എന്താണ് നമ്മുടെ വിശ്വാസം? പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രത്യാശ, ആ വാക്കൊന്ന് പറയാമോ? അടുത്തിരിക്കാൻ നമ്മളോട് പറഞ്ഞേ പ്രത്യാശ. എന്താണ് ആ വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്ക്? ഹോപ്പ്. ശരിക്കും പറയണം, തെറ്റിച്ച് പറയരുത്. ഹോപ്പ്. എന്താണ്? ഹോപ്പ്. പ്രത്യാശ. പ്രത്യാശ. എൻ്റെ ചോദ്യം, ക്രിസ്ത്യാനിക്ക് പ്രത്യാശയുണ്ടോ? യെസ് ഓർ നോ? പ്രത്യാശയുണ്ടോ? ഉത്തരം നിങ്ങൾ യെസ് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല. നമുക്കുള്ളത് എന്തെന്നറിയാമോ? ആശയുണ്ട്, ഡിസയറുണ്ട്. ഹോപ്പുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കാനുണ്ട്. ആശയുണ്ട്. എന്താശ? പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കണം, ധ്യാനത്തിന് വന്നാൽ വല്ല ഗുണവും കിട്ടണം, ഇന്ന് 2 നിലയുള്ളത് 4 നില ആവണം, ഇന്നത്തെ മാരുതി കാറ് ബെൻസ് കാർ ആവണം, കൊച്ചുങ്ങളെ നല്ല നില കെട്ടിച്ചു വിടണം, ഐൽസ് പാസ്സാവണം, വിദേശ രാജ്യത്തേക്ക് പോകണം, കാനഡയിൽ മക്കളെ എത്തിക്കണം, പിന്നെ അവരെല്ലാം നല്ല വിധത്തിൽ കല്യാണം കഴിപ്പിച്ചു വിടണം, അവർക്ക് മക്കളുണ്ടാവണം, മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് നടക്കണം, കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയിൽ എത്തിയത് കണ്ടിട്ട് മരിക്കണം. ക്രിസ്ത്യാനിക്ക് ഇഷ്ടം പോലെ ആശയുണ്ട്. ശരിയോ തെറ്റോ? ആശയുണ്ട്. ഉണ്ടോ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ആശയുണ്ട്. പ്രത്യാശയുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചോദിക്കാനുണ്ട്. പ്രത്യാശ. അപ്പം എന്താണ് പ്രത്യാശ? അത് ചോദിച്ചാലേ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന്. എന്താണ് പ്രത്യാശ? എന്താണ് പ്രത്യാശ? ആശയും പ്രത്യാശയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എനിക്ക് അങ്ങോട്ട് വരാൻ ഭയങ്കര ടെംപ്റ്റേഷൻ. എന്താണ് ആശയും ആശയും പ്രത്യാശയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആശ ഒരു കൊച്ചിൻ്റെ പേര്, എൻ്റെ ചേച്ചിയുടെ പേര് പ്രത്യാശ. ആശയും പ്രത്യാശയും തമ്മിലുള്ള വ്യത്യാസം എന്നാ? ഇത് ശരിയാവില്ല. കാര്യം പറ. ഞാൻ പറയും, നിങ്ങൾ പറയുന്നത് ശരിയാവണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറ. അതാണ് കാര്യം അറിയാവുന്നവരുണ്ട്. എന്താണ് ആശ എന്ന് പറയുന്നത്? ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം. അതാണ് ആശ. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ് ആശ. പ്രത്യാശയോ? ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളിലുള്ള ഉറപ്പാണ് പ്രത്യാശ. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് ആശ. ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് പ്രത്യാശ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം പെട്ടെന്ന് എടുക്കുക. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് വലിയൊരു പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് അത്? പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ
1-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള തിരുവചനം ഉറക്കെ വായിക്കുക. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ ഉച്ചത്തിൽ വായിക്കാവോ? പറ. ഓ, വായിക്കുന്നേ. ഏതാ? 1 പത്രോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം. 4-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും, ആ വാക്കൊന്നുകൂടെ വായിച്ചേ, സജീവമായ പ്രത്യാശയിലേക്കും, ഒന്നുകൂടെ വായിച്ചേ, സജീവമായ പ്രത്യാശയിലേക്കും. അപ്പോൾ അതെന്താണ് ആ പ്രത്യാശ എന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അജയ്യവും അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശം. അപ്പൊ എന്താണ് പ്രത്യാശ? സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും എന്താണ്? കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശം. അപ്പൊ എന്താണ്? സ്വർഗത്തിൽ മാഞ്ഞു പോകാത്ത, മറഞ്ഞു പോകാത്ത ഒരവകാശം നമുക്കുണ്ട് എന്ന പ്രത്യാശ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷ. അതേത് പാട്ടാണ്? സർവാധിപനാം, പഠിക്ക സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. അടുത്തത് ഉച്ചത്തിൽ പാടാം. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. എന്നോട് പാടിക്കേ. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേ. ഇതാണ് പ്രത്യാശ. മനസ്സിലായല്ലോ? ഇത് നാഴികയ്ക്ക് 40 വട്ടം പാടുന്ന ഒരു ജനത്തോടാണ് ഞാൻ പറയുന്നത്. ഇതാണ് പ്രത്യാശ. എന്ത്? മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ. ഇതാണ് പ്രത്യാശ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമല്ല. അതെന്താണ്? അത് ആശയാണ്. പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിനപ്പുറത്ത്. എന്താണ് ഇവിടെ പറഞ്ഞത്? പത്രോസ്ലീഹ പറഞ്ഞതും സിറ മലബാറുകാർ പാടിയതും എന്താണ്? സ്വർഗത്തിൽ ഒളിമങ്ങാത്ത ഒരു ജീവിതമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. മരണത്തിന്റെ മറുതീരത്തിനപ്പുറത്ത് ജീവന്റെ കിരീടം ദൈവം കാത്തുവെച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ലോകത്തിലെ സഹനങ്ങൾ, ക്ലേശങ്ങൾ ക്ഷണികമാണെങ്കിലും ഇതിനപ്പുറത്ത് മാഞ്ഞുപോകാത്തൊരു മഹത്വം ദൈവം കാത്തുവെച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് പ്രത്യാശ. പ്രത്യാശ ഈ തീരത്തിനപ്പുറത്തുള്ള കാര്യങ്ങളാണ്. പ്രത്യാശ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, പ്രത്യാശ ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. പറ. കൊറോണയൊന്നും വരുത്തില്ല ചേച്ചി, പറ. പ്രത്യാശ ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ വിശ്വാസം എന്നത് പോരട്ടെ. വിശ്വാസം എന്നത് പ്രത്യാശി പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം തരുമെന്നുള്ള ഉറപ്പല്ല. അതാർക്കുണ്ട്? പൊങ്കാലയിടാൻ വരുന്ന ചേച്ചിക്കുണ്ട്, വേറെ സ്ഥലങ്ങളിൽ പോകുന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ മതക്കാർക്കും ഉണ്ട്. എന്ത്? പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ്. സിസ്റ്റേഴ്സ്, അതെല്ലാ മതക്കാർക്കും ഉണ്ട്. സിസ്റ്റേഴ്സിനൊക്കെ ഉള്ളത് എന്താണ്? പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പ്. പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ടാമത്തെ എന്താണ്?
കാണപ്പെടാത്തവ ഉണ്ട്. കാണപ്പെടാത്തത് ഉണ്ട്. കാണപ്പെടാത്തതുണ്ട്. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റാത്ത, ഇവിടെ ഒരു ഫ്ലാസ്ക് ഉണ്ട്, ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ഇവിടെ ഒരു പേപ്പർ വെയിറ്റ് ഉണ്ട്, ശരിയോ തെറ്റോ? ശരി. ഇവിടെ ഒരു മൈക്കുണ്ട്, ശരിയോ തെറ്റോ? ഓക്കെ. ഇവിടെ ഒരു ആനയുണ്ട്, ശരിയോ തെറ്റോ? തെറ്റ്. തെറ്റ്. എന്തുകൊണ്ടാണ് നിങ്ങളത് തെറ്റാന്ന് പറഞ്ഞത്? അതായത് ഞാൻ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഒരു ആനയുണ്ട്, നിങ്ങൾ പറയുന്നു തെറ്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞത്? ആന ഇവിടെ ഇല്ലെന്നല്ല, നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് ഈ ആനയെ, പക്ഷെ ഞാൻ നിങ്ങളോട് പറയണം ഇവിടെ ഒരു ആനയുണ്ട്, ഇവിടെ ഒരു മൈക്ക്, ഇവിടെ ഫ്ലാസ്ക് ഉണ്ട്, നിങ്ങൾ യെസ് ഓർ നോ പറയണം. ഇവിടെ ഒരു ഫ്ലാസ്ക് ഉണ്ട്, ഇവിടെ ഒരു പേപ്പർ വെയിറ്റ് ഉണ്ട്, ഇവിടെ ഒരു മൈക്കുണ്ട്, ഇവിടെ ഒരു കടുവയുണ്ട്. യെസ് പറയരുത്, നോ. ഇവിടെ ഒരു എന്തുകൊണ്ട് നിങ്ങൾ നോ പറഞ്ഞത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നോ പറഞ്ഞത്, അല്ലേ? അപ്പോൾ കാണപ്പെടാത്തത്, കാണാൻ പറ്റാത്തത് ഇല്ലെന്നുള്ളതാണ് സാമാന്യ മനുഷ്യന്റെ ബോധം. എന്നാൽ വിശ്വാസം എന്താണ്? കാണപ്പെടാത്തത് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ കാണാൻ പറ്റാത്ത ഒരു കാര്യം, ഞാൻ പറയുന്നത് ഇവിടെ ഒരു കടുവയുണ്ട്, നിങ്ങൾ പറയുന്നത് ഇല്ല. എന്തുകൊണ്ടാ? അവിടെ കടുവയില്ലാത്തത് കൊണ്ടാണ്. വിശ്വാസം എന്നത്, ശ്രദ്ധിക്കൂ, വിശ്വാസം എന്നത് ഇല്ലാത്തത് ഉണ്ടെന്നുള്ള ഉറപ്പല്ല. വിശ്വാസം എന്നത്, ശ്രദ്ധിക്കൂ, വിശ്വാസം എന്നത് ഇല്ലാത്തതുണ്ടെന്നുള്ള ഉറപ്പല്ല, ഉള്ളതാണ്. ഇവിടെ ഉള്ളതാണ്, പക്ഷേ ഇവിടെ ഉള്ളതാണ്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഉണ്ട്, പക്ഷേ. അപ്പോൾ വിശ്വാസം എന്നത് ഇല്ലാത്തത്, കടുവ ഇല്ല, പക്ഷേ ഇവിടെ ഉള്ളതും നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റാത്തതുമായ ഒരു കാര്യം പറയാവോ? ഇവിടെ ഉള്ളതും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതും. വായു. പറയൂ, പോരട്ടെ. വായു പറയൂ. വായു, പിന്നെ കാറ്റ്, പിന്നെ കറണ്ട്, പിന്നെ ലൗകികരെല്ലാം വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും കാര്യം പറഞ്ഞു. കുറച്ച് ആത്മാക്കൾ മാത്രം ഞരങ്ങിയും പൂളിയും പരിശുദ്ധാത്മാവ്, ദൈവം, എന്തെങ്കിലും ആവട്ടെ. അതായത് ഇവിടെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. എന്തൊക്കെയാ? മാലാഖമാർ ഉണ്ടോ? പക്ഷെ കാണാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടോ? കാണാൻ പറ്റുന്നില്ല. പിതാവായ ദൈവം ഉണ്ടോ? ഈശോ ഉണ്ടോ? കാണാൻ പറ്റുന്നില്ല, അല്ലേ? പരിശുദ്ധ അമ്മ ഉണ്ടോ? ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല, അല്ലേ? നമുക്ക് ഇതുപോലെ ക്ലേശകരമായൊരു ജീവിതം നയിച്ചാൽ ഇതിനപ്പുറത്തൊരു സ്വർഗമുണ്ട്, പക്ഷെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വിശ്വാസി, പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരും എന്ന ഉറപ്പാണോ നിനക്കുള്ളത്? അതോ ഈ ലോകത്തിനപ്പുറത്ത് ഒളിമങ്ങാത്തൊരു ജീവിതം ദൈവം എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന ഉറപ്പാണോ നിനക്കുള്ളത് എന്ന ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. 10,000 പേര് സമ്മേളിക്കുന്ന ഒരു സമ്മേളനത്തിൽ ഞാൻ ചോദിക്കുകയാണ്, അത്രയും ആളുകൾ ഓൺലൈനിൽ കാണുന്ന ഒരു സമ്മേളനത്തിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്? പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ കുർബാന അനുഭവം ആവുന്നില്ല. ഒത്തിരി പേരുടെ പ്രയാസമാണ്. പരിശുദ്ധ കുർബാന അനുഭവം ആവുന്നില്ല, കുർബാനയ്ക്ക് ഒരു അനുഭവം കിട്ടുന്നില്ല, കുർബാന അർപ്പിക്കാൻ ഒരു ആഗ്രഹം കിട്ടുന്നില്ല, കുർബാനയ്ക്ക് ഭയങ്കര വരണ്ട് വരികയാണ്, കുർബാനയ്ക്ക് വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം വരികയാണ്, മടുപ്പ് വരികയാണ്, കുർബാനയ്ക്ക് പോകാൻ തോന്നുന്നില്ല. കോവിഡിൻ്റെ സമയത്ത് വർഷങ്ങൾ കുർബാനയ്ക്ക് പോകാതിരുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് അത്രയും സൗഭാഗ്യം, കുർബാനയ്ക്ക് ഇനി പോകണ്ടല്ലോ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സിലെ ഒരു ചോദ്യമാണ്, എന്താണ് കുർബാന ഒരു അനുഭവം ആകാത്തത്? ഒറ്റ വാക്യത്തിൽ ഞാൻ ഉത്തരം പറയാം. ഈ ലോകത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ച ഒരു മനുഷ്യനും ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഒരനുഭവമായി മാറില്ല. ഈ ലോകത്തെ നേട്ടത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ച ഒരു മനുഷ്യനും, ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഒരു മനുഷ്യനും അൾത്താരയിൽ കീറി മുറിക്കപ്പെടുന്ന യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ അതിലൂടെ ഒഴുകി ഇറങ്ങുന്ന ദൈവസ്നേഹം മനസ്സിലാക്കാൻ പറ്റില്ല.
ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന കാഴ്ച കിട്ടാത്തൊരു മനുഷ്യന് സഭയിലെ ഒരു പ്രാർത്ഥനാ രീതിയുടെയും ആഴമുള്ള ദൈവാനുഭവം കിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? അതായത് നമ്മളിങ്ങനെ ആടും പാടും തുള്ളും ചാടും തലകുത്തി മറിയും എന്തെല്ലാം വേണമെങ്കിലും ചെയ്യും. അതെല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ പരിശുദ്ധ കുർബാനയാണെന്ന് പറഞ്ഞാൽ 5-ാമത്തെ മിനിറ്റ് നമ്മൾ ഇന്ന് അന്നേരമാണ് നടുവേദന, പുറം വേദന, കാലുവേദന, പെടലി വേദന, കഴുത്ത് വേദന, സ്പോണ്ടിലൈസിസ്, പിന്നെ സകലമാന വേദനകൾ നമുക്ക് വരുന്ന എപ്പോഴാണ്? കുർബാന അർപ്പിക്കുന്ന സമയത്താണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ലോകത്തിനു വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ദൈവത്തെ തേടുന്നവരിൽ കൂടുതലും. ഒരു വാക്യം വായിച്ചേ, 1 കൊറിന്തോസ് 15:19. 1 കൊറിന്തോസ് 15:19 ഒന്ന് വായിച്ചേ പെട്ടെന്ന്. 1 കൊറിന്തോസ് 15:19 പെട്ടെന്ന് വായിക്കണം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, എല്ലാവരും എടുത്തേ 1 കൊറിന്തോസ് 15:19 വേഗം വായിക്കേ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ, കണ്ടോ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഈ ലോകത്ത് ആദിമസഭയിൽ എന്നതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന, ആദിമസഭയിൽ എന്ന പോലെ ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യുന്ന ഒരു സഭയുണ്ടെന്ന് ഭാഗ്യപ്പെട്ട പുകൾപ്പറ്റ പ്രശസ്തി പൂണ്ട ഒരു സഭയുണ്ടെന്ന് ലോകത്തുള്ള ഈ ലോകസഭയെ നോക്കി വീക്ഷിക്കുന്ന സകല മനുഷ്യരും പറയുന്നൊരു സാഹചര്യത്തിൽ ഈ സഭയെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ സമ്മേളിച്ചതെങ്കിൽ, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ തടിച്ചു കൂടിയതെങ്കിൽ, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് വചനം കേട്ടതെങ്കിൽ, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ദൈവത്തെ ആരാധിച്ചതെങ്കിൽ, നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. പ്രത്യാശ. ഈശോ പറയാണ്, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? എന്താണ് വിശ്വാസം? ഇതിനപ്പുറത്തുള്ളൊരു ലോകത്തെക്കുറിച്ചുള്ള ഉറപ്പ്. ഞാൻ വിശദീകരിക്കാം പിന്നീട് അല്പം കഴിഞ്ഞിട്ട്. ഈ ലോകത്തിനപ്പുറത്തുള്ളൊരു ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പ്. ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ഇപ്പോഴുള്ള സഹനങ്ങൾ ക്ഷണികമാണ്, ഇപ്പോഴുള്ളവ ക്ഷണികമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ വരാനുള്ളവയെ നോക്കി പാർക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഞങ്ങൾ ജീവിക്കുന്നത് we do not live by sight rather by faith. ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. കണ്ടിട്ടല്ല, കാണുന്നത് കൊണ്ടല്ല, ഇപ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടല്ല, കിട്ടുന്നത് കൊണ്ടല്ല, നേടിയിട്ടല്ല, നേടുന്നത് കൊണ്ടല്ല, ലാഭം കൊയ്യുന്നത് കൊണ്ടല്ല, ലാഭം മോഹിച്ചിട്ടല്ല. ഇതിനപ്പുറത്ത് ഈ ജീവിതം ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ 10 മിനിറ്റ് കഴിഞ്ഞ് അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ നാളെ ലോട്ടറി അടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇതൊക്കെ ദിസ് ഈസ് നൺ ഓഫ് അവർ കൺസേൺസ്. ദിസ് ഈസ് നോട്ട് അവർ കൺസേൺ. ഇതല്ല നമ്മുടെ തലയിൽ കിടക്കുന്നത്. മറിച്ച് ആരാധിക്കുന്നത് എന്തുകൊണ്ട്? പറ. ഒരിക്കലും ഇതുപോലെ നിത്യം ആരാധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആരാധിക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട്? ഒരിക്കൽ നിത്യം അവൻ്റെ മുഖം കണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ വിളിക്കുന്നത് എന്തുകൊണ്ട്? ഒരിക്കൽ അവനോടുകൂടെ നിത്യം വാഴേണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ദൈവത്തെ വിളിക്കുന്നത്. ഈ ലോകത്തിന് വേണ്ടി അല്ല, മറിച്ച് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. 6 അടി മണ്ണിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടിയാണ് ഇന്ന് ഈ ലോകത്ത് ഞങ്ങളൊരു ഉന്മാദം പിടിപെട്ട മനുഷ്യരെ പോലെ ആരാധിച്ച് ജീവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായോ? കെട്ടഴിയാനല്ല, ബന്ധന അഴിയാനല്ല അല്ലേ ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം അല്ലേ, സെറാപ്പുകൾ എന്താണ്, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ പാടിക്കോ. പക്ഷെ അതിനൊന്നും അല്ല ആരാധന. ഇതിനപ്പുറത്ത് അവസാനിക്കാത്തൊരു ജീവിതവും കാത്തുവെച്ച്, ഒളിമങ്ങാത്തൊരു കിരീടവും തയ്യാറാക്കി വെച്ച്,
തേജസ്സിന്റെ കൂടാരങ്ങളിൽ മഹത്വമുള്ള ദൈവം കാത്തിരിപ്പുണ്ട്. അതോർത്താണ് ഇവിടെ ചാടിയത്. നാളെ നടക്കാൻ പോകുന്ന, നാളെ അടിക്കാൻ പോകുന്ന ലോട്ടറി ഓർത്തിട്ടല്ല ഇപ്പൊ ഈ ചേട്ടൻ ചാടുന്നത്, ഈ ചേട്ടൻ തുള്ളുന്നത്, ഈ കൈവെക്കുന്നത്, ഈ ആരാധിക്കുന്നത്. നാളെ വാങ്ങിക്കാൻ പോകുന്ന തോട്ടം ഓർത്തിട്ടല്ല. പലരും തോട്ടം ഓർത്തിട്ടാണ്, പക്ഷെ അല്ല കേട്ടോ, ഓർത്തോണം. മനസ്സിലായല്ലോ? അല്ല. പിള്ളേര് നാളെ കാനഡയിൽ പോകുന്ന ഓർത്തിട്ടല്ല ഈ തുള്ളുന്നത്. മനസ്സിലായോ? കാനഡയിൽ പോയാലും പോയില്ലെങ്കിലും പിള്ളേര് നാളെ തമ്പുരാന്റെ മടിയിലുണ്ടാവും എന്നോർത്തിട്ടാണ് ഇപ്പോ ഈ ചേട്ടൻ തുള്ളുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇത് പോകരുതെന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഇന്ന് വന്ന് തുള്ളുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാ? പറ, വാ തുറന്ന് പറ. ഈ ലോകത്തിന് വേണ്ടി. കൈയടിച്ചത് മുഴുവൻ എന്തിനു വേണ്ടി? ഈ ലോകത്തിന് വേണ്ടി. ആരാധിച്ചത് മുഴുവൻ എന്തിനു വേണ്ടി? ആരാധിക്കുക, അത് കിട്ടും, ഇത് കിട്ടും, അത് കിട്ടും, ലോട്ടറി അടിക്കും, അത് കിട്ടും, ഇത് കിട്ടും, സൗഖ്യം കിട്ടും, വേദന മാറും. ആരാധിക്കും. അതിനല്ല ആരാധന. ആരാധന എന്തിനാ? ആരാധിക്കുന്നത് ചിലത് കണ്ടിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? ചിലത് കണ്ടിട്ടാണ്. കണ്ടത് ഇവിടല്ല. മുറ്റത്ത് പാർക്ക് ചെയ്ത കാറ് കണ്ടിട്ടല്ല, ബാങ്കിൽ കിടക്കുന്ന ബാലൻസ് കണ്ടിട്ടല്ല. മനസ്സിലായി? ഇപ്പൊ ഈ ചാടിയത് എന്തിനാ? അപ്പുറത്ത് വേറൊരു സാധനം കണ്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ഈ ലക്ഷക്കണക്കിന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആരാധനാ കേന്ദ്രങ്ങളിൽ തള്ളി അലച്ചു വരുന്ന ജലപ്രവാഹം പോലെ നിറഞ്ഞു കവിയുന്ന ഒരു ജനത്തിൽ എത്ര ശതമാനം പേർക്ക് ഈ മേളത്തെ കാഴ്ച കണ്ടിട്ട് തുള്ളാൻ പറ്റുന്നുണ്ട്? ആ ചോദ്യമാണ് ഇന്ന് ഈ സഭയോട് നാം ചോദിക്കേണ്ടത്. ഈ മേളത്തെ കാഴ്ച എത്ര പേര് കണ്ടിട്ടുണ്ട്? ഉള്ള കാര്യം തുറന്നു പറ, വെറുതെ ഒരു ഭംഗിവാക്കൊന്നും പറയാതെ. ഞാൻ ചോദിക്കട്ടെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ക്യാൻസർ മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈയടിക്കും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് ക്യാൻസർ മാറിയില്ല, പക്ഷേ സ്വർഗം തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര പേര് കൈയടിക്കും? വേറെ ആരെയും നിങ്ങൾ അടുത്ത് നിൽക്കുന്നവരെ നോക്കരുത്. ഞാൻ ഈ പറയുമ്പോൾ ഞാൻ ചോദിക്കേണ്ട എന്നോടാ, നിങ്ങൾ ചോദിക്കേണ്ട നിങ്ങളോടാ. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതത്തിന് വേണ്ടി കർത്താവിൽ പ്രത്യാശ വെക്കണം. പ്രത്യാശ. ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ, രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിക്കേ. കർത്താവേ, വിലപിടിപ്പുള്ള അമൂല്യമായൊരു വിശ്വാസം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് നീ. എന്നാൽ കാലാകാലങ്ങളിൽ ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി അതെല്ലാം ചുരുക്കി ചെറുതാക്കി നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തെ കൂട്ടി എഴുതി ഹരിച്ചും കുണിച്ചും പഠിച്ചു. കർത്താവേ, വിശ്വാസത്തിൻ്റെ നിർവചനങ്ങളെ ഈ ലോകത്ത് ക്ഷയിച്ചു പോകുന്ന കാര്യങ്ങൾക്കകത്തേക്ക് നിർവചിച്ച് ചുരുക്കി വെച്ചു. കർത്താവേ, ഞങ്ങളുടെ പിഴയാണ്, ഞങ്ങളുടെ വലിയ പിഴ. കർത്താവേ, നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവജനത്തെ പഠിപ്പിച്ചില്ല. അവസാനിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദൈവജനത്തെ ഒരുക്കിയില്ല. നിത്യതയ്ക്ക് വേണ്ടി ദൈവജനത്തിന് വചനം കൊടുത്തില്ല. കർത്താവേ, ഞങ്ങളുടെ വലിയ പിഴ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, 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 നിറയണമേ. ആത്മാവേ നിറയണമേ. ഒരു 10 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ, നന്നായിട്ട് സ്തുതിക്കട്ടെ. നിലനിൽക്കുന്നൊരു പ്രത്യാശ, നശിച്ചു പോകാത്തൊരു ജീവിതം, ഒളിമങ്ങാത്തൊരു മഹത്വം. കർത്താവേ, ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന്, ആ ജീവിതത്തിന് വേണ്ടി അങ്ങിൽ പ്രത്യാശ വെക്കാൻ ദൈവമേ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാത്തിരിക്കുന്നവരായി മാറാതെ ദൈവമേ, അങ്ങാകുന്ന അത്ഭുതത്തെ നോക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, 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 എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ
നിൽക്കുപ്പോ ശോധനൻ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നാഥാനിൻ സാന്നിധ്യം മതി. നാഥാനിൻ സാന്നിധ്യം മതി. നാഥാനിൻ സാന്നിധ്യം മതി. നാഥാനിൻ സാന്നിധ്യം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ആരാധന. ഈശോയേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാകുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാകുന്നു. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. കണ്ണുകളടച്ചെല്ലാ മക്കളെ സ്തുതിച്ചേ. വലിയൊരു ദൈവാനുഭവത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. ആത്മാവേ നിറയണമേ നിറയണമേ. ആത്മാവേ നിറയണമേ. ആത്മാവേ നിറയണമേ. ആത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. ആത്മാവേ നിറയണമേ. ആരാധന 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 ആരാധന. ചൊത്തി വിളിക്കുന്ന ഈശോയേ മഹത്വം ആരാധന 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 മഹത്വം ആരാധന ആരാധന. ഈശോയേ മഹത്വം ആരാധന 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 മഹത്വം ആരാധന ആരാധന. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. എല്ലാ മക്കളെ സ്തുതിച്ചേ. ആരാധന ആരാധന ഈശോയേ ആരാധന 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 ആരാധന. ജീവനുള്ള ദൈവമേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള ദൈവമേ, മഹത്വമുള്ള രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, അത്യുന്നതനായ ദൈവമേ, സർവാധിപനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, മഹത്വമുള്ള രാജാവേ. ആരാധന 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 ആരാധന. ചൊത്തി വിളിക്കുന്ന ഈശോയേ ഈശോയേ, മഹത്വത്തിന്റെ സാന്നിധ്യമായിക്കണമേ, ആത്മാവിനേക്കണമേ, 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 ആത്മാവിനേക്കണമേ. ആരാധന 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 ആരാധന. We worship you, Lord. We worship your mighty name. We worship you, Lord. We worship your mighty name. We worship you, Holy Spirit. Aradhana, Aradhana, Aradhana,
ആരാധന ആരാധന ആരാധന. കരങ്ങളടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞേ. നന്നായിട്ട് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ആമേൻ ആമേൻ. ഇരിക്കാം, ഇരുന്നേ. സന്തോഷമാണോ? നമ്മൾ വിശ്വാസത്തിലേക്ക് പോയത് എവിടെ നിന്നാണ്? എന്താണ് വിശ്വാസത്തിലേക്ക് പോയത്? ഒരു കാര്യം പറഞ്ഞപ്പോഴാണ്. എവിടുന്നാ എവിടുന്നാണ് വിശ്വാസത്തിലേക്ക് നമ്മളിപ്പോൾ പോയത്? വിശ്വാസം എന്ന വിഷയത്തിലേക്ക് ഇപ്പോൾ പോയത് തെസ്സലോനിക്ക ലേഖനത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച് അപ്പസ്തോലൻ പഠിപ്പിക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് പോയത്, അല്ലേ? എടുത്തേ, തെസ്സലോനിക്ക ലേഖനം രണ്ടാമത്തെ ലേഖനത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കായിരുന്നു, അല്ലേ? അതിലെ 3-ാമത്തെ വാക്യം വായിച്ചേ. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചേ ഒന്ന്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ്, ഏത് ദിവസത്തിന് മുമ്പ്? ഏത് ദിവസത്തിന് മുമ്പ്? കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ദിവസത്തിന് മുമ്പ്, കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ സമയത്തിന് മുമ്പ്, ആ ദിവസത്തിന് മുമ്പ് വായിച്ചേ. ആ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് ഇവിടെ സൂക്ഷിച്ച് നോക്കണം, സഭയെ സൂക്ഷിച്ച് നോക്കണം. സഭയിൽ വിശ്വാസം ഉണ്ടോ എന്ന് നമ്മൾ അളക്കേണ്ടത് പള്ളിയിലുള്ള ആളുകളുടെ നമ്പർ വെച്ചിട്ടല്ല. സഭയിൽ വിശ്വാസം ഉണ്ടോ എന്ന് അളക്കേണ്ടത് ധ്യാനകേന്ദ്രത്തിൽ വരുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ടല്ല. സഭയിൽ വിശ്വാസം ഉണ്ടോ എന്ന് അളക്കേണ്ടത് എത്ര പേര് പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും പ്രയാസത്തിന് നടുവിലും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സഭയിലെ വിശ്വാസത്തിൻ്റെ അളവെടുക്കാൻ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെക്കാത്തൊരു വ്യക്തിക്ക് ഈ വിശ്വാസം ഉണ്ടാവില്ല. നിത്യതയെ കാണാത്തൊരു വ്യക്തിക്ക് ഈ വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസം ഉണ്ടാവും എപ്പോഴാണെന്നറിയാമോ? ഞാൻ 10, 16, 17 കൊല്ലമായി ഇപ്പോൾ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അത്ഭുതങ്ങളെ അടയാളങ്ങളെയും കുറിച്ച് ഇപ്പോൾ അധികം പറയാറില്ല, ഇപ്പോൾ തീരെ പറയാറില്ല. ആദ്യകാലങ്ങളിലൊക്കെ പറയുമായിരുന്നു, ഒത്തിരി പറയുമായിരുന്നു. പറയുന്നത് അവസാനിപ്പിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതായത് വിശ്വാസത്തിൽ നമ്മൾ പറയും എന്താണ്? കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ശരിയോ തെറ്റോ? യേസോണ് ശരി. കർത്താവ് നമ്മുടെ പ്രയാസങ്ങളിൽ ഇടപെടും. ശരിയോ തെറ്റോ? തീർച്ചയായിട്ടും ഇടപെടും. കർത്താവ് നമ്മുടെ വേദനയിൽ അത്ഭുതം നോക്കി നിൽക്കുക, അത്ഭുതം പ്രവർത്തിക്കും. ശരിയോ തെറ്റോ? ഇതെല്ലാം ശരിയായിരിക്കെ തന്നെ എന്താ സംഭവിക്കുന്നറിയാമോ? അതായത് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുവരുന്നൊരു ജനതയുടെ പ്രശ്നം എന്തെന്നറിയാമോ? അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിക്കാതാവുമ്പോൾ ആ ജനം ഇല്ലാതാവും. ആ ജനം യേശുവിനെ ഉപേക്ഷിച്ച് പോകും. എന്നാൽ സ്വർഗത്തെ കണ്ടുകൊണ്ടൊരു ജനം ദൈവത്തെ ആരാധിക്കാൻ വന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നുപോയാലും ആ ജനം ദൈവത്തിൻ്റെ സഭയിലുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കും ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങൾക്ക് എതിരല്ല. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അത്ഭുതങ്ങൾ നടക്കാറുണ്ട്, പറയുന്നില്ലെന്നേ ഉള്ളൂ. അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ നടക്കാറുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ, സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഇതുകൊണ്ടാണ്. എന്താ കാര്യം എന്നറിയാമോ? അതായത് അത്ഭുതങ്ങളെ അടയാളങ്ങളെയും കുറിച്ച് മാത്രം ഒരു സഭ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ആ സഭയിൽ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും കുറച്ച് കാലത്തേക്ക്. അത്ഭുതങ്ങൾ അടയാളങ്ങൾ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ ചോദ്യങ്ങൾ നിങ്ങളുടെ വിശ്വാസം നശിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം കളയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഏത് വിശ്വാസം? മറ്റേ പൊങ്കാല വിശ്വാസം കളയാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവാണ്. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകത്തെ ഏറ്റവും ഇപ്പോൾ ഞങ്ങളുടെ കാര്യം പറയാം. ഇപ്പോൾ മൗണ്ട് കാർമലിൽ മഹാത്ഭുതങ്ങളാണ് നടക്കുന്നതെന്ന് വെച്ചോ, ഉദാഹരണം. കാരണം നമ്മൾ ആരെയും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയാണ്. മൗണ്ട് കാർമലിൽ മഹാത്ഭുതങ്ങളാണ് നടക്കുന്നതെന്ന് വെച്ചോ. അല്ലെങ്കിൽ വേണ്ട, ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വേളാങ്കണ്ണിയിൽ മഹാത്ഭുതങ്ങളാണ് നടക്കുന്നതെന്ന് വെച്ചോ. യെസ് ഓർ നോ? ഭയങ്കര അത്ഭുതങ്ങൾ, ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതമാണ് വേളാങ്കണ്ണിയിലൊക്കെ നടക്കുന്നത്. ആണോ? യെസ് ഓർ നോ? ആണല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചോണം. പക്ഷെ എൻ്റെ ചോദ്യം, വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ച എല്ലാ ആളുകളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? സത്യം പറയാവൂ, ഉണ്ടോ? ഇല്ല. വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ച അത്ഭുതം നടന്നവരുടെ കണക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ കേട്ടാൽ അത്ഭുതം നടന്നവരുടെ സാക്ഷ്യം മാത്രമേ നിങ്ങൾ കേട്ടുള്ളൂ. നടക്കാത്തവരുടെ സാക്ഷ്യമൊന്നും ആരും കേട്ടിട്ടില്ല. പറഞ്ഞോ, ശരിയോ തെറ്റോ? ശരി, യെസ് ഓർ നോ? ആണല്ലോ. അപ്പോൾ പ്രാർത്ഥിച്ച എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടാറില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.
യെസ് ഓർ നോ? നിങ്ങളുടെ വിശ്വാസം തകരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം തകരണം. ഏത് വിശ്വാസം? മറ്റേ പൊങ്കാല വിശ്വാസം. അത് തകരണം. അത് തകർന്നിട്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ജനം എത്തണം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിശ്വാസം തകരാൻ ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ ഏത് മഹാത്ഭുതം, അത് പറഞ്ഞാൽ കാല് കുത്തിയാൽ അത്ഭുതം നടക്കുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് അവിടെ വരുന്ന 100 പേരിൽ 100 പേരെ ഇൻ്റർവ്യൂ ചെയ്യുക. അവിടെ വരുന്ന കുറേ ആളുകൾക്ക് അത്ഭുതം നടന്നിട്ടുണ്ടാകും, കുറേ പേർക്ക് ഒന്നും നടന്നിട്ടുണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പ്രാർത്ഥിക്കുന്ന എല്ലാം ഒന്നും നടക്കത്തില്ല. ഉറക്കെ പറഞ്ഞു. നിങ്ങൾ അത് പറയാൻ ഒരു മടി ആർക്കും വേണ്ട, ഒരു മടിയും വേണ്ട. ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്ന ആളാണ്, എന്നെ നിങ്ങൾ സംശയിക്കേണ്ട. പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒന്നും എല്ലാ കാര്യമൊന്നും നടക്കത്തില്ല. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയങ്കര പ്രാർത്ഥന വരമുള്ള ഒരാളാണെന്ന് വെച്ചോ, ഞാൻ അങ്ങനെ വെച്ചോ, ഉദാഹരണം, ഞാൻ വേറെ ആരെയും നിങ്ങൾ, ഇപ്പം ഞാൻ അങ്ങനെ ഒരാളെന്ന് വെച്ചോ, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും നടന്നിട്ടുമില്ല, നടക്കത്തുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ജനം ദൈവത്തിലേക്ക് വരാൻ പാടില്ല. മറിച്ച് ദൈവത്തിലേക്ക് ജനം വരേണ്ടത് എന്തിനാണെന്നറിയോ? എങ്ങനെയാണെന്നറിയോ? ശ്രദ്ധിച്ചേ. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടന്നില്ലെങ്കിലും എൻ്റെ കർത്താവ് ഈ ജീവിതത്തിലും വരാനുള്ള ജീവിതത്തിലും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന ഉറപ്പിലാണ് ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലല്ല, നിങ്ങൾ ഇവിടെ വരൂ, പ്രാർത്ഥിക്കൂ, എല്ലാം നടക്കും. എല്ലാം നടക്കില്ല. ഇല്ലെന്നേ, നടക്കാത്ത എത്രയോ പേരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർക്ക് പറഞ്ഞേ, ഡാനിയലച്ചൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കാതെ പോയ 1000 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പറഞ്ഞേ ഹല്ലേലൂയ. വേണമെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുക ചെയ്യും. നിങ്ങളുടെ വിശ്വാസം കറക്റ്റ് ആവാത്തവരാണ്, നിങ്ങൾ കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ച ഫോർമുല അനുസരിച്ച് പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ഫ്രണ്ട് നിൽക്കാഞ്ഞിട്ടാണ്, വേണമെങ്കിൽ ഞങ്ങൾക്ക് കുറേ കുറ്റമൊക്കെ പറയാം. പക്ഷെ അതൊന്നുമല്ല, വെറുതെ വായി നോക്കി നിന്നവന് ഒരു അത്ഭുതം നടന്ന സ്ഥലമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ ചില ആളുകളൊന്നും നടന്നിട്ടില്ല. ഇനി നടന്നവർക്ക് തന്നെ അവർ പ്രാർത്ഥിച്ച എല്ലാം നടന്നിട്ടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ലാത്തതും 100% ഉറപ്പുള്ളതുമായൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ ആരാധിച്ച് അവൻ്റെ നാമത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന നിത്യമായ ഒരു വാസസ്ഥലം അവൻ ഒരുക്കിയിട്ടുണ്ട് എന്നത് 100 പേര് പ്രാർത്ഥിച്ചാൽ 100 പേർക്കും കിട്ടുന്നതാണ്. 100 പ്രാർത്ഥിച്ചാൽ 100 പേർക്കും കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. മറ്റേത് 100 പ്രാർത്ഥിച്ചാൽ 5 8 പേർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഏത്? ഈ പുറം വേദന, നടുവേദന, സ്പോണ്ടിലോസിസ് ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ മാറുമായിരിക്കും. നിങ്ങളുടെ വിശ്വാസം പോട്ടെ, അതിനു വേണ്ടിയാണ്. പോട്ടെ, ആ വിശ്വാസം പോട്ടെ. ആ വിശ്വാസം പോയിട്ട് ഈശോയുടെ സങ്കടമാണ്. ഈശോ പറയുകയാണ്, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? എന്ത് വിശ്വാസം? ഈ ലോകത്തിനപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ ഇത് പറയുമ്പോൾ 3 ചെറുപ്പക്കാർ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. 3 ചെറുപ്പക്കാർ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട് എൻ്റെ മനസ്സിൽ. നിങ്ങളുടെ മനസ്സിൽ ആ 3 ചെറുപ്പക്കാരെ കാണുന്നുണ്ടോ? ആ 3 ചെറുപ്പക്കാരെ നിങ്ങൾ കാണുന്നുണ്ടോ? ഏത് ചെറുപ്പക്കാരാണത്? ഷദ്രാക്കും മെഷാക്കും അബദ്നഗോയും 3 ചെറുപ്പക്കാർ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ അംഗലാവണ്യമുള്ളവരും വിദ്യാസമ്പന്നരും പണ്ഡിതന്മാരുമായ ഉന്നത കുലജാതരായ 4 ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഇങ്ങനെ വലുതാക്കി അവിടെ രാജകൊട്ടാരത്തിലെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ അവരെ അപ്പോയിൻ്റ് ചെയ്യാൻ വേണ്ടി, നിയമിക്കാൻ വേണ്ടി രാജാവ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം രാജാവ് ഉപദേശകന്മാരുടെ ഉപദേശം ഗൗരവമായി എടുത്ത് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാവരും രാജാവിൻ്റെ തങ്കവിഗ്രഹത്തെ എല്ലാവരും ഒരു പ്രത്യേക സമയത്ത് കുഴൽ, കിന്നരം, കാഹളം, വാദ്യമേളങ്ങൾ മുഴങ്ങുന്ന സമയത്ത് സകലരും കുമ്പിട്ട് ആരാധിക്കണം. അങ്ങനെ വാദ്യമേളങ്ങൾ മുഴങ്ങിയപ്പോൾ, കിന്നരം മുഴങ്ങിയപ്പോൾ, അങ്ങനെ കാഹളം മുഴങ്ങിയ സമയത്ത് ഇതാ ബാബിലോണിലിരുന്ന സമസ്ത ജനസമൂഹവും മുഴുവൻ, സാമാന്യ ജനം മുഴുവൻ കുമ്പിട്ട് ആരാധിച്ച് രാജാവ് നീണാൽ വാഴട്ടെ, രാജാവ് ദൈവമാണ്, രാജാവിനെ ഇങ്ങനെ ആരാധിക്കുന്ന സമയത്ത് ഇതാ 3 ചെറുപ്പക്കാര് നെഞ്ച് വിരിച്ച് ഇങ്ങനെ അങ്ങോട്ട് നിന്നു. അവരിങ്ങനെ നിന്നു. അവർ നേരെ നിന്നു, നട്ടല് നിവർത്തി നെഞ്ച് വിരിച്ച് കണ്ണ് ഉന്നതത്തിലേക്ക് നോക്കി അവരിങ്ങനെ നിന്നു. അപ്പോൾ പറഞ്ഞു, എല്ലാവരും കുമ്പിടാൻ പറഞ്ഞു. കുമ്പിടാൻ പറഞ്ഞു എല്ലാവരും. അവർ നേരെ നിന്നു, വിളിച്ചു, കൊണ്ടുവരാൻ പറഞ്ഞു അവന്മാരെ. ഭാഷ മനസ്സിലാവഞ്ഞിട്ടാണോ? ബാബിലോണിലെ ഭാഷ മനസ്സിലാവഞ്ഞിട്ടാണോ? അല്ലല്ല, ഭാഷയൊക്കെ പഠിച്ചാന്ന് പറഞ്ഞു. പിന്നെ അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞങ്ങളുടെ ദൈവം അത് വിലക്കിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്താ? വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ
അവരവരുടെ ദൈവത്തെ ആരാധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ചെയ്യില്ല. എന്തുകൊണ്ട്? ഞങ്ങളുടെ ദൈവം അത് വിലക്കിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം അത് വിലക്കിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാമോ? അറിയാം. കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല, തീക്കത്തിടും, ചുട്ടുകൊല്ലും. അറിയാമോ? അറിയാമെന്ന് പറഞ്ഞു. അപ്പം അവർ പറയുന്ന കൊല്ലുമെന്ന ഭീഷണി, മരണത്തിൻ്റെ വാൾമുനത്തുമ്പ് കഴുത്തിൽ ചേർത്ത് വെച്ചിട്ട് കൊല്ലുമെന്ന അപായ ഭീതി, കൊല്ലുമെന്ന ശാസന, ഭയപ്പെടുത്തൽ, അതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാർ പറയും, രാജാവേ രാജാവേ, ഈ എരിയുന്ന അഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ട്. രാജാവേ രാജാവേ, ഒരു കാര്യം കേട്ടോ രാജാവേ, ഈ ചെറുപ്പക്കാരുടെ പ്രായം 18 വയസ്സ്, 17 വയസ്സുള്ളപ്പോഴാണ് അവരെ കൊണ്ടുപോകുന്നത്. 18 വയസ്സ്, 18, 19 ടീൻസ് പീപ്പിൾ. ദീസ് ബോയ്സ് വെയർ ഇൻ ദെയർ ടീൻസ്, ടീനേജ്, കൗമാരത്തിൻ്റെ കവാടം കടന്നിട്ടില്ലാത്തവർ ഇങ്ങനെ ചങ്ക് വിരിച്ച് നിന്നിട്ട് പറഞ്ഞു, രാജാവേ പറ്റില്ല കേട്ടോ, പറ്റില്ല. എന്താ പറ്റാത്തെ? കർത്താവ് അനുവദിച്ചിട്ടില്ല. തീക്കാത്തിടും മക്കളെ. തീക്കാത്തിട്ടോ. രാജാവേ, ഫോർ യുവർ ഇൻഫർമേഷൻ, ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ മുഖതാവിലേക്ക് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. രാജാവേ, പേടിയില്ല കേട്ടോ. എന്താ പേടിയില്ലാത്തത്? ഈ എരിയുന്ന ഈ അഗ്നിജ്വാലകളുടെ നക്കി തുടയ്ക്കാൻ കാത്തു നിൽക്കുന്ന, വൈപ്പ് ഔട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഈ അഗ്നിജ്വാലകളുടെ നടുവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ട്. അത് ഈ കേരളത്തിലെ ഏത് കരിസ്മാറ്റിക് പന്തലിലും ആരും പറയുന്ന കാര്യമാണ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അത് നിങ്ങളും പറയും, ഞാനും പറയും. അത് കഴിഞ്ഞ് അടുത്തൊരു വാചകം അവർ പറഞ്ഞു, ഇനിയെങ്ങാനും ഞങ്ങളുടെ ദൈവം ഈ തീക്കകത്ത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്റെ മുമ്പിൽ കുമ്പിടില്ല. രണ്ടാമത്തേതാണ് ഇതിനപ്പുറത്തേക്ക് പോകുന്ന വിശ്വാസം. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ഈ രോഗത്തിന് ശമനം തരും, ഈ പ്രയാസത്തിൽ നിന്ന് വിടുവിക്കും, ഈ കഷ്ടപ്പാട് മാറ്റി, ഈ ദാരിദ്ര്യം മാറ്റും, മക്കളെ നല്ല നിലയിൽ എത്തിക്കും, മക്കളെ വിദേശ രാജ്യത്ത് കൊണ്ട്, ഇതൊക്കെ പറയാൻ ആദ്യത്തെ ലെവൽ അത് കൊള്ളാം. അതിനപ്പുറത്ത് ഇനി എൻ്റെ മക്കൾ കാനഡയിൽ പോയില്ലെങ്കിലും, ഇനി എൻ്റെ കെട്ടിയോൻ്റെ മധ്യാഹ്നം മാറിയില്ലെങ്കിലും, ഇനി എൻ്റെ നടുവേദനയ്ക്ക് ഒരു ശമനവും വന്നില്ലെങ്കിലും, ഇനി എൻ്റെ ക്യാൻസർ മാറിയില്ലെങ്കിലും, ഇനി ഈ അപമാനത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കും. പഴയ നിയമത്തിൽ നിന്ന് പറയുന്ന ചെറുപ്പക്കാരന് സ്വർഗത്തിൻ്റെ വെളിപ്പാട് കിട്ടിയിട്ടില്ല, സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടിയിട്ടില്ല. പുതിയ നിയമത്തിൽ നിന്ന് പറയുന്ന പൗലോസിന് അത് പറയാൻ പറ്റും. നീറോ ചക്രവർത്തി നീട്ടിപ്പിടിച്ച വാൾമുനത്തുമ്പിന് മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസും പത്രോസും പറഞ്ഞു, ഞങ്ങൾ നിന്നെ കുമ്പിട്ട് ആരാധിക്കില്ല. തിബേരിയോസ് സീസറിന് കുന്തിരിക്കം പുകച്ച് ധൂപം അർപ്പിച്ച് ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ടൈബേരിയസ് സീസറിൻ്റെ മകനായ നിന്നെ ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ തയ്യാറല്ലാത്തത് ഞങ്ങളുടെ ദൈവം അത് വിലക്കിയിട്ടുള്ളത്. കർത്താവ് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ രാജാവ്, അവനെ മാത്രം ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കൂ എന്ന് പറയാൻ പത്രോസിനും പൗലോസിനും പഴയ നിയമത്തിലെ ഈ ചെറുപ്പക്കാർക്ക് ഇല്ലാതിരുന്ന ഒരു ധൈര്യവും ഒരു വെളിപാടും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ഞങ്ങളെ നീ കൊന്നാലും, ഞങ്ങളെ നീ കുരിശ് തറച്ചാലും, ഞങ്ങളെ നീ കഴുത്ത് വെട്ടി ഞങ്ങളുടെ കഴുത്തിന് മുകളിൽ ഞങ്ങളുടെ ഉടലിന് മുകളിൽ ഞങ്ങൾ ശിരസ് ഇല്ലാതാക്കിയാലും ഒരു കാര്യം പറയാനുണ്ട് രാജാവേ, ഞങ്ങളെ കാത്തിരിക്കുന്ന ഒളിമങ്ങാത്തൊരു മഹത്വവും ജീവൻ്റെ കിരീടവും കാത്തുവെച്ച് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കില്ല. ഇതിൻ്റെ പേരാണ് പ്രത്യാശ, ഇതിൻ്റെ പേരാണ് വിശ്വാസം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഞാനിത് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊന്നും കിട്ടത്തില്ലെന്നോ, നിങ്ങൾ ഇന്ന് വന്നപ്പോൾ നിങ്ങളുടെ കാര്യം നടക്കത്തില്ലെന്നോ, നിങ്ങളുടെ രോഗം മാറത്തില്ലെന്നോ ഒന്നുമല്ല. എനിക്ക് പറയാനുള്ളത്, കേരള സഭയിൽ അതിൻ്റെ കാലം കഴിഞ്ഞു. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ സഭയിൽ അതിൻ്റെ കാലം കഴിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ സഭ ഇനി സ്വർഗത്തെ നോക്കി ജീവിക്കേണ്ട സഭയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഇതിനപ്പുറത്ത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇഷ്ടം പോലെ കണ്ട ജനമല്ലേ നിങ്ങൾ? ആണോ? കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇനി അത് നിർത്താം. നമുക്ക് അത് നിർത്തിയിട്ട് ഇനി നമുക്ക് അതിനപ്പുറത്ത് ഒളിമങ്ങാത്തൊരു കിരീടം കാത്തുവെച്ച് മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ കൂടാരത്തിൽ എന്നെ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് റോമർ 8 പൗലോസ്ലീഹ പറയും, നമുക്ക് വെളിപ്പെടാനുള്ള മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ.
ഞാനൊരു ദൂത് പറയാം. ഇന്ന് കേരള സഭയിൽ സുവിശേഷം പരക്കേണ്ടത് ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു എന്ന് നിങ്ങളൊരു ഹൈന്ദവ സഹോദരനോടോ ഒരു മുസ്ലിം സഹോദരനോടോ പറഞ്ഞുകൊണ്ട് എന്നതിനേക്കാൾ ഇന്ന് കേരള സഭയിൽ സുവിശേഷമല്ല നടക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതം നടന്നുവെന്ന് നിങ്ങളൊരു ഹൈന്ദവ സഹോദരനോടോ ഒരു മുസ്ലിം സഹോദരനോടോ പറഞ്ഞുകൊണ്ട് എന്നതിനേക്കാൾ ഞങ്ങളുടെ കഷ്ടപ്പാടിലും ഞങ്ങളുടെ കണ്ണുനീരിലും ഞങ്ങളുടെ രോഗത്തിലും ഞങ്ങളുടെ തകർച്ചയിലും ഞങ്ങളെ താങ്ങി നടത്തി സ്വർഗം കാത്തു വച്ചിരിക്കുന്ന ഒരു രക്ഷകൻ ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്നതിലൂടെയാണ് ഇന്ന് കേരള സഭയിൽ സുവിശേഷ വേല നടക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഞാൻ ഒരു ഹൈന്ദവ സഹോദരനോട് സുവിശേഷം പറയുകയാണെന്ന് വെച്ചു. ഇങ്ങോട്ട് കേട്ടെ, ഞാനൊരു ഹൈന്ദവ സഹോദരനോട് സുവിശേഷം പറയുകയാണ്. നിങ്ങൾ എന്നെ തന്നെ നോക്കിക്കോണം, ഇങ്ങോട്ട് തന്നെ നോക്കിക്കോണം, എങ്ങോട്ടും മാറരുത്. എന്നെ കാണാത്തൊരു സ്ഥലത്താണ് നിങ്ങളുടെ മുമ്പിലുള്ള സ്ക്രീനിൽ മാത്രം ശ്രദ്ധിച്ച് നോക്കുക. ഞാനൊരു ഹൈന്ദവ സഹോദരനോട് ഒരു യേശുവിനെ അറിയാത്തൊരു സഹോദരനോട് സുവിശേഷം പറയുകയാണ്. പറയുമ്പോൾ ഞാൻ പറയുന്നു സഹോദര, നീ യേശുവിലേക്ക് വാ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു എന്തിന്? ഞാൻ പറയുന്നു കർത്താവ് നിൻ്റെ രോഗം മാറ്റും. ഞാൻ പറയുന്നു കർത്താവ് നിൻ്റെ കടബാധ്യത മാറ്റും. ഞാൻ പറയുന്നു കർത്താവ് നിൻ്റെ മക്കളെ നല്ല നിലയിലെത്തിക്കും. ഞാൻ പറയുന്നു കർത്താവ് നിൻ്റെ ഇപ്പോഴത്തെ ലോണും ജപ്തിയെല്ലാം മാറ്റി നിനക്ക് സാമ്പത്തിക ഉയർച്ച തരും. ഞാൻ പറയുന്നു കർത്താവ് നിൻ്റെ അപമാനം മാറ്റി നിന്നെ മാനിക്കും. അതൊരു ക്ലീശ വാക്കാണ്, നിന്നെ മാനിക്കും. ഞാൻ പറയുന്നു നിൻ്റെ വിഷയങ്ങളിൽ ദൈവം ഇടപെടും. ശ്രദ്ധിക്കണം, ഞാൻ ഈ സുവിശേഷം പറഞ്ഞ ആള് അംബാനിയാണ്, രത്തൻ ടാറ്റയാണ്. ഞാൻ ഈ സുവിശേഷം പറഞ്ഞത് മുകേഷ് അംബാനിയോടാണ്. മുകേഷ് അംബാനിയോട് ഞാൻ പറയുകയാണ്, മുകേഷ് അംബാനി, നിങ്ങൾ യേശുവിലേക്ക് വരൂ, യേശു നിങ്ങളുടെ രോഗം മാറ്റും. നിങ്ങൾ യേശുവിലേക്ക് വരൂ, യേശു നിങ്ങളുടെ കടബാധ്യത മാറ്റും. നിങ്ങൾ യേശുവിലേക്ക് വരൂ, യേശു നിങ്ങളുടെ അപമാനം മാറ്റും. മുകേഷ് അംബാനി എന്നോട് പറയാണ്, എനിക്ക് യേശുവിനെ ആവശ്യമില്ല. കാരണം എന്താ? എനിക്ക് രോഗമില്ല, എനിക്ക് കടബാധ്യതയില്ല, എനിക്ക് അപമാനമൊന്നുമില്ല, എനിക്ക് സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്ന ആളാണ്. നിങ്ങൾ ഈ പറയുന്ന സുവിശേഷം ഈ ലോകത്തെ ഒട്ടുമിക്ക മനുഷ്യർക്കും ആവശ്യമില്ലാത്ത സുവിശേഷമാണ്. അത് ഈ മനുഷ്യർക്ക് ആവശ്യമില്ല, അത് പറഞ്ഞുകൊണ്ട് അവർക്ക് അത് ആവശ്യമില്ല, ദേ ഡോണ്ട് നീഡ് ഇറ്റ്. എന്നാൽ നിങ്ങൾ ഒരു ഹൈന്ദവ സഹോദരനോട് ഒരു മുസ്ലിം സഹോദരനോട് നിങ്ങൾ പറയുന്നു, നീ യേശുവിലേക്ക് വരൂ, യേശുവിലൂടെ മാത്രമേ നിനക്ക് നിത്യജീവൻ കിട്ടൂ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നിത്യത കിട്ടാൻ യേശുവല്ലാതെ വേറൊരു വഴിയില്ല. നിലനിൽക്കുന്നൊരു ജീവൻ യേശുവിലൂടെ മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞാൽ അത് യൂസഫ് അലിക്ക് നിഷേധിക്കാൻ പറ്റില്ല, അംബാനിക്ക് നിഷേധിക്കാൻ പറ്റില്ല, ടാറ്റയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ല, ഈ ആപ്പിളിൻ്റെ സിഇഒയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ല, സാംസങ്ങിൻ്റെ സിഇഒയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ല, പിന്നെ മറ്റേ പേരെന്താണ്, എന്തോ വർഗ്ഗമാണ്, ഒരുത്തനും നിഷേധിക്കാൻ പറ്റില്ല, ഒരുത്തനും ഗൂഗിളിൻ്റെ സിഇഒയ്ക്ക് കാരണം എന്നറിയോ? ഈ ലോകത്തെല്ലാ മനുഷ്യനും സ്വയം പറ്റാത്തതും യേശുവിന് മാത്രം കൊടുക്കാൻ പറ്റുന്നതുമായ ഒറ്റ കാര്യമേ ഉള്ളൂ. ആ കാര്യമാണ് നിത്യജീവൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തിൻ്റെ അപകടം എന്തെന്നറിയോ? അത് ഈ ലോകത്തിലെ ഒട്ടുമിക്ക മനുഷ്യർക്കും ആവശ്യമില്ലാത്ത സുവിശേഷം. അത് കുറേ പാവപ്പെട്ടവനും ഗതികെട്ടവനും മാത്രം ആവശ്യമുള്ള സുവിശേഷമാണ്. ആ സുവിശേഷം പറയാനല്ല യേശു കുരിശിൽ മരിച്ചത്. യേശു മരിച്ചത് നിനക്ക് നിത്യത തരാനാണ്. എൻ്റെ ശരീരവും രക്തവും ഞാൻ കുരിശിൽ കീറി മറിച്ചത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ സുവിശേഷം പറഞ്ഞാൽ ധ്യാനകേന്ദ്രത്തിൽ ആൾ കുറയും. ഈ സുവിശേഷം പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണം, ഈ സുവിശേഷം പറഞ്ഞാൽ ധ്യാനകേന്ദ്രത്തിൽ ആൾ കുറയും, സ്വർഗത്തിൽ ആൾ കൂടും. ഈ സുവിശേഷം പറഞ്ഞാൽ ധ്യാനഗുരുവിന് പ്രേക്ഷകർ കുറയും, പക്ഷേ സ്വർഗത്തിൽ ആൾ കൂടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ സുവിശേഷം പറഞ്ഞാൽ ഇടവകയിലെ പെരുന്നാളിന് ആൾ കുറയും, പക്ഷെ സ്വർഗത്തിൽ ആൾ കൂടും. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തിന് യേശുവിനെ തേടുന്നു? ഈ ചോദ്യം ചോദിക്കാനാണ് ഞാൻ 6 മണിക്കൂർ വണ്ടി ഓടിച്ച് ഇവിടെ വന്നത്. നിങ്ങൾ എന്തിനാണ് യേശുവിനെ തേടുന്നത്? എന്തിനാണ് നിങ്ങൾ യേശുവിനെ തേടുന്നത്? എന്നോട് നിങ്ങൾ പറ. നിങ്ങൾക്ക് യേശു എന്തിനാണ്? യേശുവിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പറ. എനിക്കിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന 10,000 ആളുകൾ, ഓൺലൈനിൽ കാണുന്ന ആളുകൾ ഒരു ഉത്തരം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ യേശുവിനെ തേടുന്നത് മാനം കിട്ടാനല്ല, മോഹം നോക്കിയിട്ടല്ല, മോഹിപ്പിക്കുന്ന ആ മോഹങ്ങളുടെ കച്ചവടക്കാരനായിട്ട് യേശുവിനെ കണ്ടിട്ടല്ല.
ഞങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി അടിക്കുന്ന പോലെ എല്ലാം നടക്കാൻ യേശു സഹായിക്കുമെന്ന് ഓർത്തിട്ടല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ യേശു ചെയ്യുമെന്ന് ഓർത്തിട്ടല്ല. ഞങ്ങൾ യേശുവിനെ തേടുന്നത് ഈ നശിച്ചു പോകുന്ന ലോകത്തിന് വേണ്ടിയല്ല, നശിച്ചു പോകാത്ത ഒരു നിത്യതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ യേശുവിനെ തേടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയാണ്, അങ്ങനെ യേശുവിനെ തേടുന്നവരുടെ എണ്ണം യുഗാന്ത്യത്തിൽ അന്ത്യകാല സഭയിൽ കൂടുമെന്നാണോ പറഞ്ഞത്, കുറയുമെന്നാണോ പറഞ്ഞത്? കുറയുമെന്ന സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് പറയാണ്, അതിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവും. അപ്പോഴും പള്ളിയിൽ നിറച്ച ആളുണ്ടാവും, അപ്പോഴും മൗണ്ട് കാർമലിൽ നിറച്ച ആളുണ്ടാവും, അപ്പോഴും ധ്യാനഗുരുവിൻ്റെ പ്രസംഗം ഇഷ്ടംപോലെ ആൾ വരും. പക്ഷേ കർത്താവ് പറയാണ്, വിശ്വാസത്യാഗം ഉണ്ടാവും. അതിനകത്ത് വിശ്വാസമുള്ള വളരെ കുറച്ച് പേരെ ഉണ്ടാകാനിടയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? എഴുന്നേറ്റ് നിൽക്കാം. വിശക്കുന്നുണ്ടോ? വിശക്കണം. അപ്പോൾ നമ്മളിത് തുടരും. ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തെ നോക്കുക. ഈ ലോകത്തിനപ്പുറത്തുള്ളൊരു ജീവിതത്തിന് വേണ്ടി യേശുവിൽ ലക്ഷ്യം വെക്കുക, യേശുവിനെ പ്രത്യാശ വെക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ പോണെന്നറിയാമോ? കർത്താവ് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ മനുഷ്യന് സങ്കടമാവും. എന്താ വാഗ്ദാനം തന്നേ? നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നിങ്ങൾ നിത്യത ആദ്യം അന്വേഷിക്കുക. നിങ്ങൾ നശിച്ചു പോകാത്ത അപ്പത്തിന് വേണ്ടി എൻ്റെ പുറകെ വാ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലേ? പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. അല്ലേ, നിങ്ങൾ പിന്നെ നശിച്ചു പോകുന്ന പൊഴിഞ്ഞു വീഴുന്ന പൂവിനെയും പുല്ലിനെയും നോക്ക്. സോളമൻ പോലും തൻ്റെ മഹത്വത്തിലും ഇതിനെപ്പോലെ അലങ്കരിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ നശിച്ചു പോയി, ഇന്ന് നിലനിൽക്കുന്ന നാളെ തീയിലെറിയപ്പെടുന്നതുമായ നശിച്ചു പോകുന്ന ഈ പുല്ലിനെയും പൂവിനെയും ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ മക്കളെ, എത്രയോ അധികമായിട്ട് ദൈവം നിങ്ങളെ കൈവെള്ളയിലെടുത്ത് കൊണ്ട് നടക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടണ്ട. ഒരു കാര്യത്തെക്കുറിച്ച് ആകുലപ്പെട്ടാൽ മതി, ഇന്ന് മരിച്ചാൽ എൻ്റെ ആത്മാവ് കർത്താവിനെ കാണുമോ എന്ന് മാത്രം ആകുലപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് കർത്താവ് പറയാണ്, നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ നീതി അന്വേഷിക്ക്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം സമയാസമയത്ത് തന്നുകൊള്ളും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് കർത്താവേ, ഒരു കാര്യം, ഇങ്ങനെ ജെറുസലേം കൺവെൻഷൻ മനോഹരമായൊരു കൺവെൻഷനാണ്. ഈ കൺവെൻഷന് ദൈവജനം മുഴുവൻ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളങ്ങേ തേടുന്നത് ഈ നശിച്ചു പോകുന്ന ഈ പറയുന്ന ക്ഷണഭങ്കുരമായ, ഈ നിലനിൽക്കാത്ത, ജീവനില്ലാത്ത, ഈ ചത്തുപോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിന്നെ തേടുന്നത്. നിലനിൽക്കാത്ത അക്ഷയവും ഒളിമങ്ങാത്തതും കളങ്കമില്ലാത്തതുമായ ഒരവകാശം. പത്രോസ്ലീഹ പറഞ്ഞ വചനം ഓർക്കുന്നുണ്ടല്ലോ, ഒളിമങ്ങാത്ത ഒരവകാശം ഞങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശ ഒരു 50 കൊല്ലം മുമ്പ് കേരളത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു ഈ പ്രത്യാശ. എന്നാൽ ഇന്ന് ഈ പ്രത്യാശയില്ല. ക്രിസ്ത്യാനിക്ക് എന്ത് മതി? ഈ ലോകത്തിലെ കാര്യങ്ങൾ നടന്നാൽ മതി. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന പാട്ടുകൾ മാത്രം നോക്കിക്കോ. എല്ലാ പാട്ടുകളും, മിക്കവാറും, എല്ലാമൊന്നും ഞാൻ പറഞ്ഞില്ല, മിക്കവാറും എല്ലാ പാട്ടുകളും ഈ ലോകത്തിന് വേണ്ടിയുള്ള പാട്ടുകളാണ്. പണ്ടത്തെ പാട്ടുകളോ, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു, കുരിശിൻ്റെ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു. മനസ്സിലായി? അതായത് ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ടെഴുതുന്നവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ കാല് പിടിച്ചൊരപേക്ഷയുണ്ട്. നശിച്ചു പോകുന്ന ഈ ജഡത്തിന് വേണ്ടിയുള്ള പാട്ട് എഴുതാതെ നശിച്ചു പോകാത്തൊരു ജീവന് വേണ്ടിയുള്ള പാട്ട് എഴുതി ഈ കേരള സഭയെ കൊണ്ട് പാടിപ്പിക്കും. നിങ്ങൾ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
മനസ്സിലായോ? കടം മാറും, ഭാരം മാറും, ദുഃഖം മാറും, ദീനം മാറും, രോഗം മാറും, ബാധ്യത മാറും, സങ്കടം മാറും എന്ന് പറഞ്ഞ് ആരാധിക്കാതെ എനിക്ക് മഹത്വമുള്ളൊരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞ് ആരാധിക്കുക. അത്തരം പാട്ടുകൾ ഇപ്പോൾ സിറോ മലബാർ കുർബാനയുടെയും മലങ്കര കുർബാനയുടെയും ലത്തീൻ കുർബാനയുടെയും ആരാധനക്രമത്തിൽ മാത്രമേ ഉള്ളൂ അത്തരം പാട്ടുകളിപ്പോൾ, അല്ലേ? അക്ഷയമവനുടെ ആത്മാ. അപ്പോൾ അത് നമ്മൾ പാടുന്നത് അക്ഷയ, അതിനൊരു രസമില്ല ബ്രദറെ. അതൊക്കെ പാടുമ്പോൾ അതിനൊരു ഉണർവില്ല ബ്രദറെ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ ദുരിതം മാറും, അത് പറഞ്ഞപ്പോൾ ഒരു ഇളക്കം വരുന്നുണ്ട് ബ്രദറെ. അക്ഷയമവനുടെ ആത്മാ, അത് പറയുമ്പോൾ ഒരു സാധനം വരുന്നില്ല ബ്രദറെ, ഒരു അഭിഷേകം വരുന്നില്ല ബ്രദറെ, ഒരു അഭിഷേകം വരുന്നില്ല ബ്രദറെ. അഭിഷേകം വരണമെങ്കിലോ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇളക്കണം, എന്നാലേ അഭിഷേകം വരൂ. അപ്പൊ ഈ ലോകത്തിന് വേണ്ടി ഉണ്ടാവുന്ന അഭിഷേകമൊക്കെ എന്ത് അഭിഷേകമാണ് നിങ്ങൾ ഓർത്താൽ മതി. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ. ഇതാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ. നമ്മൾ സന്തോഷിക്കുന്നത് ഈ ലോകം കണ്ടിട്ടല്ല, ഈ വാഴക്കൊല കണ്ടിട്ടല്ല, ഈ കൊലയും തോട്ടവും കണ്ടിട്ടല്ല നമ്മൾ സന്തോഷിക്കുന്നത്, അല്ലേ? ഞാൻ പണ്ടൊരു സഹോദരൻ, എൻ്റെ കഥയല്ല, വേറൊരാൾ പറയുന്നത് കേട്ടതാണ്. നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ നിൽക്കുന്ന ബുദ്ധിമുട്ടൊന്ന് അറിയുന്നത് നല്ലതാണ് നിങ്ങൾ. അപ്പോൾ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് അറിയും, മണിക്കൂറുകൾ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടേ ഒന്ന് അറിയുന്ന നല്ലതാണ്. കുറച്ച് 2 മിനിറ്റോടെ നിന്നോ, വയ്യാത്തവരും എല്ലാം ഇരുന്നോണം കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു മനുഷ്യൻ, ഒരുത്തൻ, അവന് വലിയ ബുദ്ധിയൊന്നുമില്ല കേട്ടോണം നിങ്ങൾ. കഥയ്ക്ക് വ്യാഖ്യാനമില്ല, കഥ മാത്രമേ പറയൂ. വലിയ ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ അപ്പനും അമ്മയ്ക്കും വലിയ സങ്കടമാണ്. കാരണം ദൈവമേ, ഞങ്ങളുടെ കാലം കഴിഞ്ഞ് ഇതിനെ ആര് നോക്കും? അപ്പോൾ അത് ഓർത്തിട്ട് ഏതായാലും അന്വേഷിച്ചു, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ഏതായാലും ഇവൻ്റെ കല്യാണം, ഒരു നല്ല കൊച്ച്, അവൻ്റെ പല പരാധീനതയൊക്കെ അറിഞ്ഞ് അവനെ ഏറ്റെടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അവനെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറായി. കേൾക്കുന്നുണ്ടോ? അപ്പോൾ തയ്യാറായി. അപ്പോൾ ഏതായാലും ഇവൻ്റെ പേര് ചാക്കോച്ചൻ. അപ്പോൾ ചാക്കോച്ചൻ്റെ കല്യാണം നടന്നിട്ട് ആ ഫസ്റ്റ് ഡേ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ് പള്ളിയിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് വന്നേ ഉള്ളൂ. എല്ലാവരും ഒക്കെ ഉണ്ട്, ബന്ധുക്കളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒക്കെ ഒതുങ്ങി, 4 മണിയൊക്കെ ആയി, എല്ലാവരും ഒതുങ്ങി. അപ്പോൾ ഇവൻ ഈ വേലിയിലെടുത്ത് പോയി പ്ലാവെ നോക്കി ഇങ്ങനെ നിൽക്കുക. ആര്? ചാക്കോച്ചൻ. ആ പെണ്ണ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക. അത് അപരിചിതമായൊരു വീടാണ്, അതിനിവിടെ ആരെയും പരിചയമൊന്നുമില്ല. ആകെ ഇവനെ മാത്രമേ പള്ളി വെച്ചൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ ഇവനെ. അപ്പോൾ അതുകൊണ്ട് ആ പെണ്ണ് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ വിഷമിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 6-7 മണിയൊക്കെ ആയപ്പോൾ ഇവൻ വരുന്നില്ല. ഇവൻ അവിടെ പോയി പറമ്പിൽ പോയി പ്ലാവേലും മാവേലും ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ബുദ്ധിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് അവൻ്റെ നോട്ടം എപ്പോഴും എവിടാ? മനസ്സിലായവർക്കായി സ്തോത്രം. ബുദ്ധിയില്ലാത്തവൻ്റെ മുഴുവൻ നോട്ടം ഈ പ്ലാവിലും മാവേലും ഒക്കെയാണ്. അവൻ ഈ ജീവിതകാലം മുഴുവൻ അങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അവൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കൊച്ച് കരയുക. അപ്പോൾ ചോദിച്ചു, എന്നാ അമ്മണി, എന്നാ നീ കരയുന്നേ? അപ്പോൾ പറഞ്ഞു, കുറേ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കുക, ചാക്കോച്ചൻ വരുന്നുമില്ല. അപ്പോൾ ഈ കാർന്നൂർ പോയി വഴക്ക് പറഞ്ഞു, നീ എന്നാ ബോധമില്ലാത്തവനാടാ, ഇവിടെ കല്യാണം കഴിച്ചിട്ട് ആ കൊച്ച് ഇവിടെ പോയി തന്നെ ഇരിക്കുന്ന കണ്ടില്ലേ, അതിരുന്ന് കരയുന്നു, നീ ഇവിടെ ഒന്ന് പ്ലാവി നോക്കിയിരിക്കുകയാണോ, നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവൻ ചെന്നിട്ട് നോക്കുമ്പോൾ അമ്മണി കരയുക. അയ്യോ അമ്മണി, നീ കരയുവാന്നോ അമ്മണി, വാ എനിക്കൊരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വിളിച്ചോണ്ട് പോയി പത്തായം തുറന്ന് വലിയൊരു കൊല പഴുത്തിരിക്കുന്നത് കാണിച്ചു. അമ്മണി സന്തോഷിക്കുക, അമ്മണി ഇപ്പോൾ പഴുത്തിരിക്കുന്ന കണ്ടില്ലേ, കൊല പഴുത്തിരിക്കുന്ന കണ്ട് സന്തോഷിക്കുക അമ്മണി സന്തോഷിക്കേ. അപ്പം ഈ കൊല കണ്ട് സന്തോഷിക്കാൻ മാത്രം ബുദ്ധിയൊക്കെ ഇവനുള്ളൂ, മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ കൊല കണ്ട് സന്തോഷിച്ചിരിക്കാതെ ഈ പെണ്ണിനെ കിട്ടിയത് സന്തോഷിക്കുക, കൊല കണ്ട് സന്തോഷിച്ചിരിക്കാതെ. മനസ്സിലായവർക്കായി സ്തോത്രം.